بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ക്യാമ്പ് ഇൽമിയായി വൈജ്ഞാനിക രംഗത്ത് നമ്മുടെ തറക്കിക്കും ഉയർച്ചക്കും വളർച്ചക്കും കാരണമായ രൂപത്തിൽ കബൂലാക്കി തരുമാറാവട്ടെ. മൊത്തത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഓരോ സെഷനുകളും അതൊന്ന് കണ്ണോടിച്ചു. അൽഹംദുലില്ലാഹ്, നല്ല സന്തോഷം തോന്നി. അതെന്താ, ഈ പ്രാവശ്യത്തെ മെയിൻ സബ്ജക്റ്റായി എടുത്തത് ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. താരതമ്യേന ഇന്നത്തെ മുതഅല്ലിംകൾ ശ്രദ്ധ, ജാഗ്രത, അന്വേഷണം, പഠനം കുറഞ്ഞു വരുന്ന ഒരു ഫന്നാണ് ഇൽമുൽ ഫലക്ക്. അതിൻ്റെ പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാരണം, നമ്മൾ ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് സിലബസിൽ എല്ലാ വിഷയങ്ങളും കൂടി പൂർണ്ണ രൂപത്തിൽ നൽകപ്പെടുന്നതിന് പല പരിമിതിയും അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പം ഞാൻ പൊതുവേ പറയുന്നൊരു പോളിസി ഉണ്ട്. ഒരു ബിരുദ പഠനത്തിന് വേണ്ടി സംസാരം മനസ്സിലാകുന്നില്ല, അക്ഷരങ്ങൾ ആലിം പട്ടം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന സിലബസിൽ എല്ലാ വിഷയങ്ങളും ഒരുപോലെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കൂല. ഏറ്റവും മർമ്മമായ ഭാഗങ്ങൾ, ഇൽമു തൗഹീദ്, സിഫാത്ത്, ഇൽമുൽ ഫിഖ് ഉൾപ്പെടെയുള്ള മർമ്മമായ ഭാഗങ്ങൾ വിശദമായി പഠിപ്പിക്കപ്പെടുകയും മൊത്തം ശറഇൽ ആവശ്യമുള്ള എല്ലാ ഫന്നുകളെക്കുറിച്ചുമുള്ള ഒരു അടിസ്ഥാന മലക്കം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. പിന്നെ ബിരുദ സമ്പാദനത്തിന് ശേഷവും താല്പര്യമുള്ള ഫന്നുകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് അതാത് വിഷയത്തിൽ കൂടുതൽ താല്പര്യമുള്ള ഉസ്താദുമാരെയും ആലിമീങ്ങളെയും കണ്ടെത്തി അവരുമായി ബന്ധപ്പെട്ട ആ വിഷയം നന്നായി പഠിച്ചെടുക്കുക എന്ന രീതിയായിരിക്കും കൂടുതൽ ഫലപ്രദം എന്നാണ് പൊതുവെ സിലബസുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഞാൻ അഭിപ്രായപ്പെടാറുള്ളത്. കാരണം ഈ നിശ്ചിത വർഷത്തിനുള്ളിൽ എല്ലാം കൂടി കുത്തി നിറച്ചാൽ അതത് വേണ്ടത്ര ആകൂല. പിന്നെ നമ്മുടെ ഉയർന്ന മുത്തവൽ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് തശ്രീഫ്ലാക്കോ ചകുമീനിയോ റിസാലോ ഒക്കെ തദ്രീസ് ചെയ്യുന്നതിന് അതിൻ്റെതായ പല പരിമിതികളുണ്ട്. അപ്പോൾ ഞാൻ എന്തിനപ്പോൾ അത് പറഞ്ഞു തുടങ്ങേണ്ടത്, ഇപ്പോൾ ഈ ക്യാമ്പ് അംഗങ്ങൾക്ക്, ഈ ക്യാമ്പിൽ പങ്കെടുത്ത പണ്ഡിതർ മുതഅല്ലിംകൾക്കൊക്കെ ഈ വിഷയത്തിൻ്റെ ഒരു ആവശ്യകതയും അതിൻ്റെ ഒരു പ്രചോദനവും അതിൽ മൊത്തത്തിൽ ധാരാളം ഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് ഉപകാരപ്പെടും. നേരത്തെ വിഷയത്തെക്കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ ഉള്ളവർക്ക് കൂടുതൽ ഫലം ചെയ്യുകയും ചെയ്യും. അല്ലാത്തവർക്ക് ഒരു വിഷയാവതരണം കൊണ്ടോ ഒരു ക്യാമ്പിലെ ഇടപെടൽ കൊണ്ടോ എങ്ങനെയായാലും വിഷയം പൂർണ്ണമായി യഥാർത്ഥ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾ ഭാവിയിൽ ഈ ഫന്ന് ഇൽമുൽ മീഖാത്ത് അല്ലെങ്കിൽ ഇൽമുൽ ഫലക്ക്, ഈ ഫന്നൊക്കെ പ്രത്യേകം മനസ്സിലാക്കി അതാത് വിഷയങ്ങൾ കൂടുതൽ താല്പര്യമുള്ള, എന്നാൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ ആരോഗ്യവും സമയവും അനുവദിക്കുന്ന ഉസ്താദുമാരെ കണ്ടെത്തി അത് കൂടുതൽ പഠിച്ചെടുത്താൽ നല്ല ഫലം ചെയ്യും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പിതാവ് ചെറുശോല ഉസ്താദ്, അള്ളാഹുർക്ക് റാഹത്ത് വർദ്ധിപ്പിച്ച് നൽകട്ടെ, അവർ വീട്ടിലിങ്ങനെ ദർശനമൊന്നും പോകാതെ ഒരു 15 വർഷം വീട്ടിൽ വിശ്രമല്ല, ജോലി എന്ന നിലയ്ക്ക് ഇനി ദർസും പരിപാടിയൊന്നും വേണ്ട, ശമ്പളം വാങ്ങിയിട്ടുള്ളൊരു പരിപാടി വേണ്ട, ഒരു കമ്മിറ്റിനോടും വിധേയത്വപ്പെട്ട് എവിടെയും ജോലി വേണ്ട വെച്ചിട്ട് വീട്ടിലിരുന്ന സാഹചര്യത്തിൽ വീട്ടിലൊരു പണ്ഡിത ദർസ് രൂപപ്പെട്ടു. ആ കൂട്ടത്തിൽ വലിയ ആലിമീങ്ങളും പ്രത്യേകമായി സ്പെഷ്യൽ ചെയ്ത് വാപ്പയിൽ നിന്ന് പഠിക്കാൻ വന്നിരുന്നൊരു വിഷയമാണ് ഇൽമുൽ ഫലക്ക്, റിസാല, തശ്രീഫ്ലാക്ക്, ചകുമീനി. ഇതൊക്കെ സ്പെഷ്യലായി എല്ലാ ശനിയാഴ്ചകളിലും
2-3 വർഷം എടുത്ത് ആ ഫന്ന് മാത്രം പഠിക്കാൻ വേണ്ടി വന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ളവർ ഒരു നല്ലൊരു ചാൻസാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒറ്റടിക്ക് ഓർമ്മപ്പെടുത്തി എൻ്റെ വിഷയത്തേക്ക് കിടക്കുക. ഒറ്റടിക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഈ വിഷയത്തിലൊരു താല്പര്യം ജനിച്ചവർ അതിനേക്കാകുമ്പോൾ കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരം ആളുകൾ ആ വിഷയത്തിൽ കൂടുതൽ താല്പര്യമില്ല. അപ്പോഴും ഞാൻ പറയും, ആരോഗ്യവും സമയവും അനുവദിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ വിഷയങ്ങൾ പഠിച്ചെടുത്താൽ വളരെ ആവശ്യമുള്ള ഒരു ഭാഗമാണത്. അത്തരം വിഷയങ്ങളിലൊക്കെ തർക്കങ്ങൾ പഴയ കാലത്ത് വരുമ്പോൾ അത് തർക്കം തീരുമാനിക്കണമെങ്കിൽ, ഒരു പ്രശ്നം തീരുമാനമാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള അടിസ്ഥാന ഇൽമും തന്നെ വേണം. നമ്മൾ കേവലം ചില കണക്കുകൾ വെച്ചുകൊണ്ട് ആ ഫോർമുലമ തുടർന്നതുകൊണ്ട് മാത്രം ഒരു തർക്കം പരിഹരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ ക്യാമ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയിൽ ഈ ഫന്ന് നന്നായി പഠിച്ചെടുക്കാൻ താല്പര്യം കാണിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാനിപ്പോൾ ഇൽമുൽ ഫലക്കൊന്നും പറയുന്നില്ല. എന്നോട് പറയാൻ പറഞ്ഞത് നമ്മളെ ഖാദിമാർ മാസം ഉറപ്പിക്കുക, മാസം കാണുക, അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ആദ്യം ആ വിഷയത്തിലുള്ള ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാന ഹുക്കുമുകൾ ഞാൻ ആദ്യം നിങ്ങളെ മുന്നിൽ വെക്കുന്നു. പിന്നീട് വർത്തമാനകാല സാഹചര്യത്തിൽ അതെങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യപ്പെടും, അതിനുള്ള അവസരങ്ങളും അനുവാദങ്ങളും എത്രത്തോളമുണ്ട് എന്ന് മാത്രം ഉണർത്തി കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അടിസ്ഥാനപരമായി നോമ്പ് പെരുന്നാളിൻ്റെ രീതി നമുക്കറിയാമല്ലോ. വിശുദ്ധ ഖുർആനും ഹദീസൊക്കെ ഓർമ്മപ്പെടുത്തിയതാണ്. ആമുഖം വലിച്ചു നീട്ടുന്നില്ല. ഫമൻ ഷഹീദ മിൻകുമു ഷഹ്റ ഫല്യസുംഹു. ഇപ്പം ഷുഹൂദു ഷഹ്റാണ് നോമ്പ് നിർബന്ധമാവാനുള്ള സബബായി ഖുർആൻ പറഞ്ഞത്. അൽ ബഖറ 185 വചനം, ഫമൻ ഷഹീദ മിൻകുമു ഷഹ്റ ഫല്യസുംഹു. തഫാസീറുകൾ നോക്കിയാൽ കാണാം, ഒരാൾക്ക് നോമ്പ് നിർബന്ധമാവാനുള്ള സബബായി ശർഅ് നിശ്ചയിച്ചത് ഷുഹൂദു ഷഹ്റാണ്. ഷുഹൂദു ഷഹ്ർ ബോധ്യപ്പെടാൻ വ്യത്യസ്ത റൂട്ടുകൾ ഉണ്ട്. മഷ്ഹൂറായ പ്രസിദ്ധമായ ഹദീസ് വചനമാണല്ലോ, സൂമൂലി റുയ്യത്തിഹി വാഫ്തിറൂലി റുയ്യത്തിഹി ഫൈൻ ഉമ്മ അലൈക്കും ഫാക്കിമിലു ഇദ്ദത്ത ശഅബാന 30. വേഗത്തിൽ നുറുങ്ങുകൾ പറഞ്ഞു പോവുകയാണ്, അതിൻ്റെ ഒന്നും തഫ്സീൽ പറയുന്നില്ല. ഷഹാദത്തിലൂടെ ശഅബാൻ 29 പൂർത്തിയായിട്ട് നോമ്പ് തുടങ്ങുകയാണെങ്കിൽ അവിടെ മാസം കാണേണ്ട കാര്യം ഇല്ല. അവിടെ ഹുക്കുമ് നടത്തുക എന്നുള്ള സംഗതിക്ക് അല്ല, 29 അല്ല 30. നിങ്ങൾ ശ്രദ്ധിക്കണില്ല, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ നോക്കിയതല്ലേ. അപ്പോൾ ശഅബാൻ 30 പൂർത്തിയായിട്ട് റമളാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ റമളാൻ 30 പൂർത്തിയായിട്ട് ശവ്വാൽ തുടങ്ങുകയാണ്. അവിടെ പിന്നെ മാസം കണ്ടോ ഇല്ലേ, കാലി ഉറപ്പിച്ചോ അല്ലേ എന്ന് പരിശോധിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പം കാലില്ലാത്ത നാട്ടിൽ മാസം എങ്ങനെ കാണുക, എങ്ങനെ നോമ്പും പെരുന്നാളും നടത്തുകയെന്ന് വെച്ച് ഞാൻ ഒരിടത്ത് ഈ തെക്കൻ കേരളത്തിൽ പോയപ്പോൾ ഞാൻ ചോദിച്ച കാലില്ലാത്തോട്ടും 30 പൂർത്തിയാവുമല്ലോ. ശഅബാനും റമളാനൊക്കെ 30 പൂർത്തിയായിട്ട് നോമ്പും പെരുന്നാളും നടത്താൻ ആര് വേണ്ട? കാലി വേണ്ട. ഇനി അതല്ലാതെ 29 അസ്തമിച്ച രാത്രിയിൽ മാസപ്പിറവി കണ്ടാവുമ്പോൾ റുയ്യത്തുൽ ഹിലാൽ നമുക്കറിയാം. ഷഹാദത്തിന്, ഞാൻ കാലിമാരുമായി ബന്ധപ്പെട്ട മർമ്മമാണ് ആദ്യം പറയുന്നത്. ഷഹാദത്തിന് ഇപ്പോൾ റമളാൻ്റെ മാസപ്പിറവിക്ക് വേണ്ടത് ഒരാളാണ്, മറ്റു മാസങ്ങൾക്ക് 2 ആളും ആണ്. ഹിലാൽ നേരിട്ട് കാണണം, അത് ഉറൂബിന് ശേഷമാവണം, വാസിത്ത മുഖേനയുള്ള കാഴ്ച പരിഗണിക്കൂല എന്നൊക്കെ കിതാബുകളിൽ നേരെ പറഞ്ഞതാണ്. വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനിയും ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ, ഹിലാൽ കണ്ടു, കണ്ട വ്യക്തിക്ക് ഏതായാലും അതിൻ്റെ ഹുക്കുമ് ബാധകമാകും. മാസം കണ്ട ആൾ ഫാസിക്കാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും ആ കണ്ട ആൾക്ക് തൻ്റെ ഹക്കൽ റുയ്യത്ത് സുബൂത്തായി. അദ്ദേഹത്തിന് ആ കണ്ട റായിക്ക് നോമ്പും പെരുന്നാളിൻ്റെ വിധികൾ അതോടുകൂടി ബാധകമായി. നേരെ ഹിലാൽ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ റുയ്യത്തിൻ്റെ വിധി ബാധകമാവൽ എങ്ങനെയാണ്? വ്യക്തിപരമായി ബാധകമാവാൻ ഈ കണ്ട ആൾ മറ്റൊരാളോട് പറഞ്ഞു, പറയപ്പെട്ട ആൾക്കത് തസ്ദീഖ് വിശ്വാസമുണ്ട്, എന്നാൽ അദ്ദേഹത്തിനും അതിൻ്റെ അമൽ നിർബന്ധമായി.
റുയ്യത്തുൽ ഹിലാല് ചന്ദ്രക്കല മാസപ്പിറവി കണ്ട ആൾക്ക് അതിൻ്റെ ഹുക്കുമ് ബാധകമായി. ലളിതമായ കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത്. കണ്ടിട്ടില്ലാത്തവരുടെ ഹക്കിൽ എങ്ങനെയാണ് ഈ റുയ്യത്ത്, ഈ ദർശനം അവരെ എങ്ങനെ ബാധിക്കും? ഒരു ലളിതമായ രൂപം, ആ കണ്ട റായി മറ്റൊരാളോട് ആ വിവരം കൈമാറിയാൽ വിവരം നൽകപ്പെട്ട വ്യക്തിക്ക് ഇദ്ദേഹത്തെ വിശ്വാസം വന്നാൽ അദ്ദേഹത്തിനും ആ ഹുക്കുമ് ബാധകമാകും. അത് കണ്ട ആൾ ഷഹാദത്തിന് യോഗ്യനാണോ അല്ല എന്നുള്ളത് പ്രശ്നം അല്ല. അപ്പോൾ അതൊരു വ്യക്തിപരമായ ബാധിക്കലാണ്. കണ്ട ആൾക്ക് ബാധിച്ചു, അദ്ദേഹത്തിൻ്റെ മുഖ്ബറുകൾക്കും അത് ബാധകമായി. ഇനി വിശാലാർത്ഥത്തിൽ അല്ലെങ്കിൽ വ്യാപകമായിട്ടൊരു നാട്ടുകാർക്ക് ഈ റുയ്യത്തിൻ്റെ വിധി ബാധകമാകാൻ, സൂമൂലി റുയ്യത്തിഹി വാഫ്തിറൂലി റുയ്യത്തിഹി എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും കണ്ടാലേ ഹിലാല് കണ്ടാലേ അവർക്ക് ബാധകമാകൂ എന്നതിനർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് നോക്കാതിരുന്നാൽ പലരും കാണൂല അല്ലേ? കണ്ണുയർത്താതിരുന്നാൽ പലരും കാണൂലല്ലോ. വലിയ റുയ്യത്തിഹി പക്ഷെ കാണാതിരുന്നിട്ടും കാര്യമില്ല. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നോമ്പും പെരുന്നാളും നിർബന്ധമാവും. എത്ര നോക്കാതിരുന്നിട്ടും കാര്യമില്ല, 30 പൂർത്തിയായ നോമ്പും പെരുന്നാളും നിർബന്ധമാവും. അവിടെ പിന്നെ റുയ്യത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെയും 29 അസ്തമിച്ച രാത്രി കാണുന്നിടത്തും ഓരോ വ്യക്തിയും കാണണമെന്നതിന് നിയമം ഇല്ല. എന്തുകൊണ്ട്? ഹദീസുകൾ, പ്രാമാണിക ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. റുയ്യത്തുൽ ഹിലാല് കണ്ട വ്യക്തികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഷഹാദത്ത് നിർവഹിക്കുകയും ആ ഷഹാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ റമളാനായ വിവരം എഴുലാൻ ചെയ്യാൻ, ഇഖ്ബാർ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങൾ ഹദീസിൽ ഉണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഓരോ വ്യക്തിയും കാണണമെന്ന് ഇല്ല. ഇപ്പം നമ്മളെ മുന്നിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം കണ്ട വ്യക്തിക്ക് ഏതായാലും ബാധകമായി. കണ്ടിട്ടില്ലാത്തവർക്ക്, നേരിട്ട് ദർശനമുണ്ടായിട്ടില്ലാത്തവർക്ക് ഈ റുയ്യത്ത് എങ്ങനെ ബാധിക്കും? ഒന്ന് വ്യക്തിപരമായി ബാധിക്കുന്ന രൂപം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, തസ്ദീഖിൻ്റെ അടിസ്ഥാനത്തിൽ ബാധിക്കും. അല്ലെങ്കിൽ പിന്നെ ബാധിക്കുന്ന രൂപം കണ്ട വ്യക്തി ഹാക്കിമിൻ്റെ ഖാദിയുടെ മുന്നിൽ ഷഹാദത്ത് നിർവഹിക്കുക. ആ ഷഹാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമാനുസൃതം ഖാദി ഹുക്മ് ചെയ്യുക. ആ ഹുക്മ് ചെയ്യലോടെ ആ ഖാദിയുടെ മഹല്ലുൽ വിലായത്തുള്ള സ്ഥലങ്ങളിൽ എല്ലാ മുസ്ലിങ്ങൾക്കും ഈ റുയ്യത്തിൻ്റെ നിയമം ബാധകമായി. അപ്പോൾ റുയ്യത്തുൽ ഹിലാൽ എങ്ങനെയാണ് ആളുകൾക്ക് അതിൻ്റെ ഹുക്മ് ബാധകമാകുന്നത്? കണ്ട ആൾക്ക് നേരെ ബാധകമായി കഴിഞ്ഞു. അവിടെ ഇനി ഖാദിയോ ഹുക്കുമൊന്നും ആവശ്യമില്ല. കണ്ടിട്ടില്ലാത്തവർക്കും വിവരം ലഭിക്കുമ്പോൾ തസ്ദീഖുള്ളവരാണെങ്കിൽ അവർക്കും അത് ബാധകമായി കഴിഞ്ഞു. ഇനി തസ്ദീഖ് ഉണ്ടോ ഇല്ലേ എന്ന വിവേചനമില്ലാതെ എല്ലാവർക്കും ഉമൂമൻ നോമ്പ് ബാധകമാകുന്ന രൂപമാണ് മാസപ്പിറവി കണ്ട വ്യക്തി ഖാദിയുടെ മുന്നിൽ ഷഹാദത്ത് നിർവഹിക്കുന്നു. ആ ഷഹാദത്ത് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഖാദി ഹുക്മ നടത്തുന്നു. ഖാദി ഹുക്മ നടത്തുന്നതോടെ ആ ഖാദിയുടെ മഹല്ലിൽ വിലായത്തിലുള്ളവർക്കെല്ലാം ഈ റുയ്യത്തിൻ്റെ ഹുക്മ് എന്ന് പറഞ്ഞാൽ ഒന്നെനിക്കൽ സൗമ് അല്ലെങ്കിൽ ഈദ് ബാധകമായി കഴിഞ്ഞു. ഇപ്പം മൊത്തത്തിലുള്ളൊരു ഉമൂറാമയാണ് പറഞ്ഞത്. അതിന് ഈ ഷഹാദത്ത് നിർവഹിക്കുക എന്ന് പറയുമ്പോൾ സാക്ഷി, ഞാൻ വിഷയം മൊത്തം പറഞ്ഞിട്ട് ആവശ്യമായ ചില ഇബാറത്തുകൾ വായിച്ച് കേൾപ്പിക്കും. സാക്ഷി ഷഹാദത്തിന് എന്ത് ചെയ്യണം? കണ്ട വ്യക്തി നേരിട്ട് ഖാദിയുടെ മുന്നിൽ ഹാജരാവണം. കണ്ട വ്യക്തി ഇപ്പം നമ്മളെവിടെ ഉള്ളത്? റുയ്യത്ത് ആമായിട്ട് തസ്ദീഖുള്ളവർ അല്ലാത്തവർ എന്ന വേർതിരിവ് ഇല്ലാതെ ഒരു ഏരിയയിലുള്ളവർക്ക് മൊത്തം ബാധകമാകുന്ന രൂപം മാസപ്പിറവി കണ്ട വ്യക്തി ഖാദിയുടെ മുന്നിൽ ഷഹാദത്ത് നിർവഹിക്കുക. ഷഹാദത്ത് ബോധ്യപ്പെട്ടാൽ ഖാദി ഹുക്മ നടത്തുക. ഖാദിയുടെ ഹുക്മോടുകൂടി എല്ലാവർക്കും അതിൻ്റെ നിയമം ബാധകമായി. ഈ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ രൂപം, ശറഅ് പറയുന്ന രൂപം കണ്ട വ്യക്തി. മറ്റു മഹല്ലുകളിലേക്ക് ബാധകമാകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗം. കണ്ട വ്യക്തി നേരിട്ട് ഖാദിയുടെ മുന്നിൽ ഹാജരാവണം. അപ്പോൾ പൊന്നാനിയിൽ മാസം കണ്ട വ്യക്തി, ഉദാഹരണമാണ്, അതിമ കൂടരുത്. പൊന്നാനിയിൽ നിന്ന് മാസം കണ്ട വ്യക്തി ഞാനിതാ മാസം കണ്ടിരിക്കുന്നു എന്ന് ഫോം വിളിച്ച് പറഞ്ഞാൽ അത് ശറയിൽ ഷഹാദത്ത്
അല്ല. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ കണ്ട വ്യക്തി നേരിട്ട് ഖാദിയുടെ അടുക്കൽ ഹാജരാവണം. ഹാജരായാൽ മാത്രം പോരാ, അഷ്ഹദു എന്ന കൃത്യപദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷഹാദത്ത് നിർവഹിക്കണം. അഷ്ഹദു അന്നീ റഅയ്തുൽ ഹിലാല, ഉദാഹരണത്തിന് ആ പദം തന്നെ എന്ന് പറഞ്ഞാൽ അഷ്ഹദു ഷഹാദത്തിൻ്റെ പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കണം. ഇപ്പം എന്താ പറഞ്ഞാൽ കണ്ട വ്യക്തി എവിടെ വരണം? ഖാദിയുടെ മുന്നിൽ ഹാജരാവണം. ഷഹാദത്തിനത് നിർബന്ധമാണ്. ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ മറ്റോ ഷഹാദത്ത് നിർവഹിക്കാൻ പറ്റില്ല. ഫിഖ് അത് അംഗീകരിക്കില്ല. കണ്ട വ്യക്തി ഖാദിയുടെ മുന്നിൽ ഹാജരാവണം. ഹാജരായിട്ട് അദ്ദേഹം നിശ്ചിത രൂപത്തിൽ നിബന്ധനകൾക്ക് വിധേയമായി ഷഹാദത്ത് നിർവഹിക്കണം. ആ നിശ്ചിത രൂപത്തിൻ്റെ ഒരു മർമ്മമാണ് ഞാൻ പറഞ്ഞത്. അഷ്ഹദു എന്ന ലഫ്ള് തന്നെ ഉപയോഗിച്ച് നിർവഹിക്കണം. പോരാ, ഖാദിന് ഹുക്മ് നടത്തണം. ഹുക്മ് നടത്തിയാൽ ഈ ഷഹാദത്ത് ഖാദിക്ക് ബോധ്യം വരണം. അത് വേറെ കാര്യം, അതിലാണെന്നൊക്കെ ഉള്ളത്. ബോധ്യം വന്നതുകൊണ്ട് മാത്രം ഹുക്മാവൂല, ഖാദി ഹുക്മ് നടത്തണം. ഉദാഹരണത്തിന് ഹക്കംതു ബി അന്നോദൻ ഷഹ്റു റമളാൻ, അല്ലെങ്കിൽ ബി അന്നോദൻ കഥ ലഫ്ലുകളല്ല വിഷയം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സാക്ഷി നേരിട്ട് ഖാദിയുടെ മുന്നിൽ ഹാജരാവണം. നിശ്ചിത പദങ്ങളും ഷഹാദത്തിൻ്റെ നിയമങ്ങളും ഉപയോഗിച്ച് ഷഹാദത്ത് നിർവഹിക്കണം. ആ ഷഹാദത്ത് നിർവഹിച്ചാൽ മാത്രം പോരാ, ഖാദി ഹക്കംതു കൃത്യമായ രൂപത്തിൽ ഹുക്മ നടത്തണം. അതോടുകൂടി ആ ഖാദിയുടെ മഹല്ലിൽ വിലായത്ത്, ഇത്തിഹാദുൽ മത്താലി ഇഖ്തിലാഫ് ഞാൻ പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട്, ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ആ ഖാദിയുടെ മഹല്ലിൽ വിലായത്തിൽ എല്ലാവർക്കും നോമ്പ് നിർബന്ധമായി. ഇതാണ് ഷഹാദത്തിൻ്റെ ശരിയായ രൂപം. ഇബാറത്തുകൾ അതിനിപ്പോൾ ഏതാ വായിക്കുക, ഏതും വായിക്കുക. ഞാൻ തുഹഫയുടെ ഒരു ഇബാറത്ത് പറയാം. ഇപ്പം ഈ പറഞ്ഞ വിഷയങ്ങൾ ആദ്യം ലാഹിറായല്ലോ, അതിന് കിട്ടുന്ന ഇബാറത്തുകൾ യജിബു സൗമു റമളാന. ലാഹിറ എല്ലാവർക്കും ലഭ്യമായ ഇബാറത്തുള്ള തുഹഫ 3,327. യജിബു സൗമു റമളാന ബി ഇക്മാലി ശഅബാന 30 യൗമൻ ഔ റുഇയത്തിൽ ഹിലാലി ബഅദൽ ഉറൂബി. അതെ, ബഅദൽ ഉറൂബി ലാ ബിവാസിതത്തി നഹ്വി മിർആത്തിൻ. നീ കേട്ടോളെ. വസുബൂത്തു റുഇയത്തിഹി, ഓരോ പദവും അർത്ഥം വെക്കേണ്ടി വരൂല, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. വസുബൂത്തു റുഇയത്തിഹി, റുഇയത്തുൽ ഹിലാലിൻ്റെ സുബൂത്ത് യഹ്സുലു ഫീ ഹഖി മല്ലം യറഹു, കണ്ടിട്ടില്ലാത്തവർക്ക് ഈ റുയത്ത് സ്ഥിരപ്പെടുന്നത് ബിഷഹാദത്തി അദിലിൻ, ബിഷഹാദത്തി അദിലിൻ ബിലഫ്ളി അഷ്ഹദു അന്നീ റഅയ്തുൽ ഹിലാല ഔ അന്നഹു ഹല്ല, ഔ അന്നഹു ഹല്ല ഔ നഹ്വിഹിമ, തത്തുല്യമായ ഏതെങ്കിലും ലഫ്ള് ഉപയോഗിച്ച് ബൈന യദൈ ഖാദിൻ. ഒന്നുകൂടി വായിക്കാം. വസുബൂത്തു റുഇയത്തിഹി യഹ്സുലു ഫീ ഹഖി മല്ലം യറഹു ബിഷഹാദത്തി അദിലിൻ ബിലഫ്ളി അഷ്ഹദു അന്നീ റഅയ്തുൽ ഹിലാല ഔ അന്നഹു ഹല്ല ഔ നഹ്വിഹിമ ബൈന യദൈ ഖാദിൻ ലാ ബിലഫ്ളി അന്ന വദൻ മിൻ റമളാന. അന്ന വദൻ മിൻ റമളാന എന്നുള്ളത് പോരാ, അഷ്ഹദു അന്നീ റഅയ്തുൽ ഹിലാല അല്ലെങ്കിൽ അഷ്ഹദു അന്നീ ഹല്ല ഹിലാൽ റമളാൻ, ഇങ്ങനെ പറയണം. വലാ ബുദ്ധ, അടുത്ത പോയിന്റ്, വലാ ബുദ്ധ മിൻ നഹ്വി ഖൗലിൽ ഖാദി സബത്ത ഇന്ദി ഔ ഹകംതു ബിഷഹാദത്തിഹി. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞത് സാക്ഷി എവിടെ വരണം? ഖാദിയുടെ മുന്നിൽ വരണം. ബൈന യദൈ ഖാദി. അതിന് ഷഹാദത്തിൻ്റെ ഭാഗത്ത് വായിക്കുമ്പോഴും ബോധ്യപ്പെടും. ഫോണിലൂടെ നിർവഹിച്ചാൽ ഷഹാദത്താവില്ല. ഇപ്പോൾ ഖാദി കണ്ട വ്യക്തി ഖാദിയുടെ മുന്നിൽ വരണം. അഷ്ഹദു പോലുള്ള നിശ്ചിത തത്തുല്യമായ വാചകങ്ങൾ ഉപയോഗിച്ച് ഷഹാദത്ത് നിർവഹിക്കണം. ഖാദി ഹക്കംതു ബിഷഹാദത്തിഹി അല്ലെങ്കിൽ സബത്ത ഇന്ദി എന്ന രൂപത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കണം. ഇതോടുകൂടി എല്ലാവർക്കും മഹ്ലിൽ വിലായത്തുള്ളവർക്കൊക്കെ നോമ്പ് നിർബന്ധവും. തുഹഫ തന്നെ അതിൻ്റെ അടിയാധാരം എടുത്തു വെച്ചിട്ടുണ്ട്. വദാലിക ലിൽ ഖബരി സ്വഹീഹി അന്ന ഇബ്ന ഉമറ റളിയല്ലാഹു അൻഹുമാ റആഹു ഫഅഖ്ബറ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി ഫസ്വാമ വഅമറ അന്നാസ ബിസിയാമിഹി. ഇപ്പോൾ ഓരോരുത്തരും കാണേണ്ടതില്ല എന്നതിമെന്ന് മനസ്സിലായി.
വസ്വഹ ഐളൻ അന്ന അഅറാബിയൻ ഷഹിദ ബിഹി ഇന്ദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറത്തൻ ഉഖ്റ ഫഖാല യാ ബിലാലു അദ്ദിൻ ഫിന്നാസി ഫല്യസൂമു. തുഹ്ഫത്തുൽ മുഹ്താജ് 3,327. ഞാൻ മർമ്മള്ള ഇബാറ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് വായിച്ചതാണ്, പൂർണ്ണാർത്ഥത്തിൽ വായിച്ചിട്ടില്ല, പൂർണ്ണമായി വായിച്ചിട്ടില്ല. അദാലത്ത് എന്ന് പറയുമ്പോൾ മസ്തൂറുൽ അദാലത്ത് മുഖേനയും സ്ഥിരപ്പെടും. അദാലത്ത് 2 അദാലത്തുണ്ട്. അദാലത്തു റിവായത്തും അദാലത്തു ഷഹാദത്തും. അത് നമുക്കറിയാം. ഇവിടെ ഏതായാലും അദാലത്തു ഷഹാദത്താണ് വേണ്ടത്, സാക്ഷിയാവാനുള്ള യോഗ്യത വേണമല്ലോ. റിവായത്തിൻ്റെ അദാലത്തിൽ ഇപ്പോൾ പെണ്ണും സ്വീകാര്യമാണ്, അബുദും സ്വീകാര്യമാണ്. ഇതല്ല അദാലത്തുൽ ഷഹാദ. പക്ഷെ അദാലത്തു ഷഹാദത്ത് തന്നെ ഹാക്കിമ് ഈ ആളെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് വിവരം നൽകാൻ തെസ്കിയത്തിന് മുദക്കികളെ നിയോഗിക്കുകയും അവരുടെ അന്വേഷണത്തിൽ അവർ അഷ്ഹദു അന്നഹു അദുലുൻ എന്ന ഷഹാദത്തിലൂടെ അദാലത്ത് സ്ഥിരപ്പെടുകയും ചെയ്യുമ്പോൾ അതാണ് കൃത്യമായ അദാലത്തിൻ്റെ ഒരു രൂപം. അതേസമയം ഇവിടെ മാസപ്പിറവിക്ക് അത് തന്നെ വേണമെന്നില്ല, മസ്തൂറുൽ അദാലത്തായാലും മതി. മസ്തൂറുൽ അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ലാഹിറ അദാലത്താണ്. അല്ലെങ്കിൽ ലം യുഅലം മിൻഹു മുഫസ്സിഖുൻ, ഒരു അയോഗ്യത അവരെക്കുറിച്ച് മാലൂമല്ല, എന്നാൽ തഅദീലിലൂടെ തെസ്കിയത്തിലൂടെ അവർ അതിലാണ് എന്നതിന് മറ്റുള്ളവർ ഷഹാദത്ത് നിർവഹിച്ച് സുബൂത്തായിട്ട് ഇല്ല. മനസ്സിലാകുന്നില്ല ഈ രൂപത്തിൽ പറഞ്ഞാൽ? അപ്പോൾ മസ്തൂറുൽ അദാലത്തായാലും മതി. അല്ലാതെ ഇന്നൊന്നും ഇപ്പോൾ അദാലത്തും ഷഹാദത്തും ഒക്കെ ഉള്ളിടത്ത് പോലും നമ്മൾ തഅദീൽ തെസ്കിയത്തിന് ആളെ നിശ്ചയിച്ച് അങ്ങനെ അവരന്വേഷണം നടത്തിയിട്ട് അഷ്ഹദു അന്നഹു അദുലുൻ എന്ന് പറയുന്ന രൂപമൊന്നും അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തുഹഫയിൽ തന്നെ പറയും യുക്തഫ ബിൽ മസ്തൂർ കമാ സ്വഹഹഹു ഫിൽ മജ്മൂഇ. തുഹഫത്തുൽ മുഹ്താജ് 3,379. സൗമിൻ്റെ അധ്യായത്തിൽ തന്നെ മസ്തൂറുൽ അദാലത്ത് ആയാലും റമദാൻ്റെ ഷഹാദത്തിന് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മസ്തൂറുൽ അദാലത്തിൻ്റെ നിർവചനവും തുഹഫയിൽ പല സ്ഥലത്തുണ്ട്. ഒരിടത്ത് കാണാം, നിക്കാഹിൻ്റെ ബാബിലും മറ്റൊക്കെ ഉണ്ട്. ചെറിയ ലഫ്ദിയായ ഖിലാഫുകളും അതിലുണ്ട്. അതിൻ്റെ ഒക്കെ ഹല്ല് വിശകലനത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. വൽ മസ്തൂറു മൻ ലാഹിറുഹു അത്തഖ്വ വലം യുഅദ്ദൽ ഇൻദ ഖാദിൻ. വൽ മസ്തൂറു മൻ ലാഹിറുഹു അത്തഖ്വ വലം യുഅദ്ദൽ ഇൻദ ഖാദിൻ. ഒരു ഖാദിയുടെ അടുക്കൽ തഅദീൽ ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷെ ലാഹിർ തഖ്വയാണ്. ഇങ്ങനെയാണ് മസ്തൂറുൽ അദാലത്തിനെ തുഹഫ തന്നെ സൗമിൻ്റെ ബാബിൽ 3-ാം വാള്യം 379-ാം പേജിൽ പറഞ്ഞിട്ടുള്ളത്. നിക്കാഹിൻ്റെ ബാബിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, മസ്തൂറുൽ അദാലത്ത് മൻ ലം യുഅറഫു ലഹു മുഫസ്സിഖുൻ, മൻ ലം യുഅറഫു ലഹു മുഫസ്സിഖുൻ കമാനുസ് അലൈഹി വഅതമദഹു ജംഉൻ ഔ മൻ ഉരിഫ ലാഹിറുഹു ബിൽ അദാലത്തി വലം യുസക്ക വഹുവ മഖ്താറഹുൽ മുസന്നിഫു. തുഹഫ 7-ാം വാള്യം 230. ഏതായാലും ഒറ്റടിക്ക് അദ്ല് എന്ന് പറയുമ്പോൾ ഒരു ഹാക്കിമ്, ഒരു വിധികർത്താവ് ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ അദാലത്തുള്ള ആളുകളെ ഏൽപ്പിക്കുകയും കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ആദിലാണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷഹാദത്ത് അഷ്ഹദു അന്നഹു അദുലുൻ, അതിൻ്റെ തഅദീലിൽ 2 ആൾ വേണം, അങ്ങനെ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഒറ്റടിക്ക് നമ്മളത് അദുലു എന്ന് പറയുക. പക്ഷെ അങ്ങനെ ഒരു ഇദ്ദേഹം അന്വേഷണത്തിലൂടെ ഇദ്ദേഹം ആദിലാണ്, സാക്ഷി പറയാൻ യോഗ്യനാണ് എന്ന് മറ്റൊരു ഷഹാദത്തിലൂടെ സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും ലാഹിറ അദാലത്താണ്, അദ്ദേഹത്തിന് ഫാസിക്കാകുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തെക്കുറിച്ച് മാലൂം അറിയപ്പെട്ടിട്ടില്ല, അത്തരം ആളുകൾ നമ്മൾ അദിലായി പരിഗണിക്കും. മസ്തൂറുൽ അദാലത്ത് എന്ന് നമ്മുടെ ഫിഖ് അവരെക്കുറിച്ച് പറയും. റമളാൻ ഉൾപ്പെടെയുള്ള മാസപ്പിറവികളുടെ ഷഹാദത്തിന് മസ്തൂറുൽ അദാലത്ത് മതിയാകുന്നതാണ്. അപ്പോൾ ഷാഹിദ് അഷ്ഹദു ഷഹാദത്ത് നിർവഹിക്കണം, ഖാദിക്ക് ബോധ്യം വരണം, ഖാദി ഹുക്മ നടത്തണം. തുഹഫയിൽ ഞാൻ ഇബാറത്ത് വായിച്ചു. ഫതുഹുൽ മുഈൻ്റെയും ഇബാറത്തിൽ അതുണ്ട്. യജിബു സൗമു ഷഹ്രി റമളാന ഇജ്മാഅൻ ബി ഇക്മാലി ശഅബാന 30 യൗമൻ ഔ റുഇയത്തി അദിലിൻ വാഹിദിൻ വലൗ മസ്തൂറൻ. ഫതുഹുൽ മുഈൻ ഹിലാലഹു
ബഅദൽ ഖുറൂബി ഇദാ ഷഹിദ ബിഹാ ഇൻദൽ ഖാളി വലോ മഅ ഇത്ബാഖി വൈമിൻ ഇദാ ഷഹിദ ബിഹാ ഇൻദൽ ഖാളി ബിൽഫളി അഷ്ഹദു അന്നി റഅയ്തുൽ ഹിലാല ഔ അന്നഹു ഹല്ല വലാ യക്ഫി ഖൗലുഹു അഷ്ഹദു അന്ന വദൻ മിൻ റമളാന ഫതുഹുൽ മുഈൻ. വീണ്ടും ഫതുഹുൽ മുഈനിൽ കാണാം വബിസുബൂത്തി റുഇയത്തി ഹിലാലി റമളാന വബിസുബൂത്തി റുഇയത്തി ഹിലാലി റമളാന ഇൻദൽ ഖാളി ബിഷഹാദത്തി ആദിലിൻ ബൈന യദൈഹി വമഅ ഖൗലിഹി സബത ഇന്ദി യജ്ബു സൗമു അലാ ജമീഇ അഹ്ലിൽ ബലദിൽ മർഇ ഫീഹി. ഇനി ആ ഷാഹിദിൻ്റെ പിന്മാറ്റം പോലും ഹുക്കുമിനെ ബാധിക്കൂല. ഖാളി ഹുക്കുമ് ചെയ്തതിന് ശേഷം ഷാഹിദ് ഷഹാദത്ത് നിന്ന് പിന്മാറിയതുകൊണ്ട് വിധിയെ ബാധിക്കൂല. തുഹ്ഫയിൽ തന്നെ കാണാം വലാ യുഖ്ബലു റുജൂഉൽ ആദിലി ബഅദ ശുറൂഇ ഫിസ്സൗമി കമാ റജ്ജഹുൽ അഖ്റഇയ്യു ലിഅന്ന ശുറൂഅ ഫീഹി കൽ ഹുക്മി വമിൻഹു യുഖ്ബറു അന്നൽ അദ്ലൈനി ലാ യുഖ്ബലു റുജൂഉഹുമാ ഹീനഇദിൻ അയ്ളൻ. നോമ്പ് ആരംഭിക്കുകയോ ഷഹാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖാളി ഹക്കംതു പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഷാഹിദുകളുടെ സാക്ഷികളുടെ പിന്മാറ്റം ഹുക്കുമിനെ സ്വാധീനിക്കുകയില്ല. നിഹായിലും കാണാം ഫഇൻ റജഅൽ ആദിലു അനിശ്ശഹാദത്തി ഫഇൻ കാന ബഅദൽ ഹുക്മി ലം യുഅസ്സിർ. ഖാളി വിധി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഷാഹിദ് പിന്മാറിയാൽ അതുകൊണ്ട് മാറ്റമൊന്നും വരൂല. വകദാ ഖബ്ലഹു ബഅദ ശുറൂഇ. നോമ്പ് തുടങ്ങിയതിന് ശേഷം പിന്നെ പിന്മാറിയാലും ഇല്ല. കാരണം വശുറൂഉ കൽ ഹുക്മി എന്ന് കാണാം. ഖാളിയുടെ മുന്നിൽ ഷഹാദത്ത് ലഭ്യമായി. നേരത്തെ പറഞ്ഞ നിയമാനുസൃത റൂട്ടിലൂടെ ഷഹാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖാളി ഹുക്കുമ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആർക്കാ പറഞ്ഞാൽ ഖാളിയുടെ മഹലിൽ വിലായത്തുള്ളവർക്കൊക്കെ നോമ്പ് നിർബന്ധമാകും, നോമ്പും പെരുന്നാളും. പിന്നെ ഓരോരുത്തർക്ക് അതിനെക്കുറിച്ചുള്ള സംശയമോ തറദ്ദുദോ ഉള്ളത് കൊണ്ട് ആ വിധിക്ക് മാറ്റമൊന്നുമില്ല. ഖാളിയുടെ മുന്നിൽ ഷഹാദത്ത് നിർവഹിക്കപ്പെട്ടു, ഖാളി നിയമാനുസൃത ഹുക്കുമ് നടത്തി. പിന്നെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോ തോന്നൽ, അപ്പം അങ്ങനെ അതെങ്ങനെ, അതിനൊന്നും ഫലം ഇല്ല. തുഹ്ഫയിൽ തന്നെ പറയുന്നത് കാണാം വലാ ആസറ ലിതറദ്ദുദിൻ യബ്ഖാ ബഅദൽ ഹുക്മി ബിശഹാദതിഹി വലാ ആസറ ലിതറദ്ദുദിൻ യബ്ഖാ ബഅദൽ ഹുക്മി ബിശഹാദതിഹി ലിൽ ഇസ്തിനാദി ഇലാ ദന്നിൻ മുഅ്തമദിൻ. ശരീഅത്തുൽ ഇസ്ലാമിൽ പരിഗണനാർഹമായ ഷഹാദത്ത് മുഖേന ലഭിച്ച ദന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖാളി ഹുക്മ് ചെയ്തത്. ആ ദന്ന് ശറഇ അവലംബമായി പരിഗണിച്ച ദന്നാണ്. അങ്ങനെ ഒരു ഷഹാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖാളി ഹുക്മ് നടത്തിക്കഴിഞ്ഞാൽ ഇനി അതിൽ ഓരോ വ്യക്തികൾക്കുള്ള തറദ്ദുദിന് സ്വീകാര്യതല്ല. ആ തറദ്ദുദിൻ്റെ പേരിൽ അവർക്ക് നോമ്പ് പെരുന്നാളിൻ്റെ വിധി ബാധകമാവാതിരിക്കുക ഇല്ല. അങ്ങനെ ഓരോ തറദ്ദുദ് പറഞ്ഞ് ഓരോരുത്തർ മാറി നിൽക്കാൻ പാടില്ല. ഖാളിയുടെ ഹുക്മ് മുൽസിമാണ്. ഖളാ എന്ന് പറഞ്ഞാൽ തന്നെ ഇൽസാമുന്നാസാണ്. അപ്പം ഖാളി ഷഹാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹുക്മ് ചെയ്ത് കഴിഞ്ഞാൽ മഹല്ലുൽ വിലായത്തിലുള്ളവരെല്ലാം അത് സ്വീകരിക്കൽ ശർഅ നിലക്ക് വാജിബായി തീർന്നിരിക്കുന്നു. ഇനി ഓരോരുത്തരുടെ തറദ്ദുദിനനുസരിച്ച് മാറി നിൽക്കാൻ പാടില്ല. അതേസമയം ഖാളി അവലംബിച്ച ആ ഷാഹിദ് ശരിക്കും ഷഹാദത്തിന് യോഗ്യനല്ല, അല്ലെങ്കിൽ ആ ഷഹാദത്തിൽ അബദ്ധമുണ്ട് എന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാൾ, വെറും തറദ്ദുദല്ല, അയാൾക്കത് ബോധ്യം. പക്ഷെ ആ തൻ്റെ ബോധ്യം ചിലപ്പോൾ ഖാളിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു കൊള്ളണമെന്ന് ഇല്ല. ശരിക്കും വ്യക്തിപരമായി ഇദ്ദേഹത്തിന് അറിയാം ആ ഫുലാൻ കണ്ട ഫുലാൻ ആരല്ല, ആ വ്യക്തി അതിലല്ല, അപ്പം അത് കളവാണ്, അല്ലെങ്കിൽ അത് ഷഹാദത്തിന് സ്വീകരിക്കാവുന്നതല്ല എന്നൊരു വ്യക്തിക്ക് കൃത്യമായി അറിയുമെങ്കിൽ അദ്ദേഹത്തിന് ഈ ഖാളിയുടെ വിധി സ്വീകരിക്കൽ ഫീമാ ബൈനഹു വ ബൈനല്ലാഹി നിർബന്ധം ഇല്ല. അദ്ദേഹം ആ വിധി സ്വീകരിക്കാതിരുന്നത് കൊണ്ട് ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുക
ഇല്ല. അതേസമയം ഇസ്ലാമിക ഭരണ സംവിധാനത്തിലൊക്കെ ആണെങ്കിൽ ഇവിടെ അതിൻ്റെ അനന്തരഫലങ്ങൾ ചിലപ്പോൾ വരും. കാരണം ഖാദിയുടെ വിധി സ്വീകരിച്ചില്ല എന്നാ വരിക. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബോധ്യം അദ്ദേഹത്തിന് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു കൊള്ളണമെന്ന് ഞാൻ വായിച്ച ഇബാറത്തിൻ്റെ തുടർച്ചയിൽ അതുണ്ട്. ഇപ്പോൾ ഞാൻ വായിക്കുന്നത് തുഹഫ 3-ാം വാള്യം 379-ാം പേജ്. നിങ്ങൾക്കൊരു കെലിമത്ത് അടയാളപ്പെടുത്തി വെച്ചാൽ മതി, മാറ്റർ നൽകാൻ സാധിക്കുമോ നമുക്ക് ആലോചിക്കുകയും ചെയ്യാം. വലാ അസറ ലി തറദ്ദുദിൻ യബ്ഖാ ബഅദൽ ഹുക്മി ബിശഹാദതിഹി ലിൽ ഇസ്തിനാദി ഇലാ ദന്നിൻ മുഅ്തമദിൻ. നഅം നഅം ഇൻ ആലിമ ഖാദിഹൻ ആമില ബിഹി ബാത്തിനൻ ലാ ലാഹിറൻ ലിതഅർറുദിഹി ലിൽ ഉഖൂബത്തി. ഷഹാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖാദി ഹുക്മ നടത്തി, നോമ്പ് പെരുന്നാളിൻ്റെ ഹുക്മ ഖാദി നടത്തി, എല്ലാവരും അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇനി ഓരോരുത്തരുടെ മനസ്സിലുള്ള തോന്നലുകൾക്ക് പരിഗണനയില്ല. അതേസമയം ആ സാക്ഷി ഷഹാദത്ത് നിർവഹിച്ച സാക്ഷിയെക്കുറിച്ച് അദ്ദേഹം സാക്ഷിക്ക് യോഗ്യനല്ല എന്ന് കൃത്യമായി ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഹുക്കം അത് ശരിയായ രൂപത്തിലല്ല നടന്നിട്ടുള്ളത് എന്നൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഒരു ഇസ്ലാമിക ഭരണ സംവിധാനത്തോട് ചേർത്തി പറയുമ്പോൾ ഖാദിയുടെ ഹുക്കം സ്വീകരിച്ചില്ല എന്ന നിലക്ക് ബാഹ്യ അർത്ഥത്തിൽ നിയമ നടപടിക്ക് സാധ്യതയുണ്ടെങ്കിൽ പോലും ബാത്തിനൻ ആഖിറത്തിലെ രക്ഷാശിക്ഷകളിലേക്ക് ചേർത്തുമ്പോൾ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയില്ല എന്നാണ് തുഹഫ പറഞ്ഞത്. അത് നിഹായും ആ ഭാഗത്തിൽ കാണാം. നിഹായിലുണ്ട് വലോ ആലിമ ഫിസ്ക ഷുഹൂദി. അലിമ എന്ന വൈറുൽ ഖാദി എന്നുള്ള മാനക്കാണ്. വലോ ആലിമ വൈറുൽ ഖാദി. ഖാദി ഫിസ്ക അറിയാമെങ്കിൽ ഖാദി ഹുക്കം ചെയ്യാൻ പറ്റൂലല്ലോ. ഇത് ഖാദി ഏത് നടത്തി കഴിഞ്ഞു? ഹുക്മ നടത്തി. അപ്പോൾ വലോ ആലിമ ഐ വൈറുൽ ഖാദി, ഖാദി അല്ലാത്ത ആൾക്കറിയാം ഫിസ്ക ഷുഹൂദി, ഈ സാക്ഷികൾ ഫാസിഖീങ്ങളാണ്, ഷഹാദത്തിന് യോഗ്യരല്ല. കിസ്ബഹും, അല്ലെങ്കിൽ അവരാ പറഞ്ഞത് കളവാണ് എന്നൊരാൾക്ക് അറിയുമെങ്കിൽ ഫല്ലാഹിറു ആദുമു ലുദൂമി സൗമി ലഹു, സത്യത്തിൽ അദ്ദേഹത്തിന് നോമ്പ് നിർബന്ധമായിട്ടില്ല. ഇതിലാ യുതസവ്വറു ജസ്മുഹു ബിന്നിയ്യത്തി, ഈ സാക്ഷി പറഞ്ഞത് കളവാന്ന് അറിയുന്ന ഒരാൾക്ക് നവൈത്തു സൗമ വദിം എന്ന് പറഞ്ഞാൽ തന്നെ നിയ്യത്തന്നെ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അയാൾക്ക് നോമ്പ് ഒൽക്കൽ നിർബന്ധമല്ല എന്നല്ല. വല്ലാഹിറു അന്നഹു യഹ്റുമു അലൈഹി സൗമു ഹൈസു യഹ്റുമു സൗമു യൗമിശക്കി, യൗമുശക്കിൽ നോമ്പ് ഹറാമാണ് എന്ന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ ആ കാരണം കൊണ്ട് അവിടെ നോമ്പ് ഹറാമാവുകയും ചെയ്യും. നിഹായ 3-ാം വാള്യം 153 കിതാബ് ബാബു സൗമിൻ്റെ തുടക്ക ഭാഗത്തന്നെ വരുന്ന ചർച്ചകളാണ്. പേജ് നമ്പറുകൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ല. അപ്പം ഏകദേശം മർമ്മഭാഗം പറഞ്ഞു. ഇനിയും ഈ സാക്ഷി നിൽക്കുന്ന ആൾ, റുയ്യത്തുൽ ഹിലാൽ കൊണ്ട് സാക്ഷി നിൽക്കുന്ന ആൾ, മുത്താലിങ്ങളുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. സാധാരണക്കാർക്ക് ഇത് കേൾക്കുന്നിടത്ത് കല്ലുകടി ഉണ്ടാവും. കാരണം നമ്മൾ ഓരോന്നിൻ്റെയും മലയാളം പറയാത്തതുകൊണ്ട്. അത്രയും സാധാരണക്കാരിലേക്ക് ആവശ്യമുള്ള ഭാഗം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ മലയാളത്തിൽ ലാസ്റ്റ് നമുക്ക് പറയാം. ഇപ്പം ഇത് കേൾക്കുന്ന ആലിമീങ്ങളെയും മുത്താലിങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. മാസം കണ്ടൂന്ന് ഷാഹിദാവണമെങ്കിൽ കാണുന്നെ വേണം. എത്ര ആളുകളും കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടും, കുറേ ആളുകൾ കണ്ടു എന്ന് ഇപ്പം എന്നോട് പറഞ്ഞു, ഓര് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, എന്നാലും ഞാൻ കണ്ടു എന്ന് സാക്ഷി നിൽക്കാൻ പറ്റില്ല. കാരണം കണ്ടു എന്നുള്ള സാക്ഷി കണ്ടാൾക്കല്ലേ നിർവഹിക്കാൻ പറ്റൂ. പറയേണ്ടത് അഷ്ഹദു അന്നി റഅയ്തുൽ ഹിലാല പോലെയുള്ള പദങ്ങളാണല്ലോ. അപ്പോൾ അവിടെയും കൃത്യമായിട്ട് നമ്മൾ കിതാബുകൾ പറയും, വലാ തജൂദു ലിമല്ലം യറഹു അശ്ശഹാദത്തു ബിറുയത്തിഹി. വലാ തജൂസു, അനുവദനീയമല്ല, ലിമല്ലം യറഹു, മാസപ്പിറവി നേരിട്ട് കണ്ടിട്ടില്ലാത്ത വ്യക്തിക്ക് അനുവദനീയമല്ല. അശ്ശഹാദത്തു ബിറുയത്തിഹി, കണ്ടു എന്ന് സാക്ഷി പറയൽ അനുവദനീയമല്ല. ഔ ബിമാ യുഫീദുഹ, റഅയ്തു എന്നുള്ള പദത്തിന് മാത്രമല്ല പ്രശ്നം, ബിമാ യുഫീദു അഷ്ഹദു അന്നഹു ഹല്ല. റഅയ്തു എന്ന് പറയാതെ അഷ്ഹദു അന്ന ഹിലാല റമദാന ഹല്ല, അങ്ങനെയും പറയാൻ പാടില്ല. റുയ്യത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള ഇസ്തിഫാലത്തായി അദ്ദേഹത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലും കണ്ടതിന് അദ്ദേഹം സാക്ഷി പറയാൻ പറ്റില്ല. ബൽ വഇൻ അഖ്ബറഹു ബിഹാ അദദു തവാതുരി വഅലിമ ബിഹി ളറൂറതൻ, ഈ രാത്രിയിൽ മാസപ്പിറവി ദർശനമുണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായി ലറൂരിയായ 100-ൽ 100 ഒരാൾക്ക് ഉറപ്പ് കിട്ടിയാൽ പോലും
അയാൾ കാലിയുടെ അടുക്കൽ പോയിട്ട് കണ്ടതിന് ഷഹാദത്ത് നിർവഹിക്കാൻ പറ്റൂല. കാരണം ഷഹാദത്ത് നിർവഹിക്കണമെങ്കിൽ എന്തെന്നെ വേണം? റുയ്യത്ത് നേർക്കുനേരെ നടക്കണം. അല്ലാതെ റുയ്യത്തുണ്ടായി എന്ന് ഉറപ്പ് ഏതെങ്കിലും മാർഗത്തിലൂടെ കിട്ടി എന്നതുകൊണ്ട് ഷാഹിദാവാൻ പറ്റില്ല. തുഴഫ 3,379. ഇപ്പം ചുരുക്ക ഹാസിൽ എന്താ ഉണ്ടായത്? സാക്ഷി മുഖേന, മാസപ്പിറവിയുടെ സാക്ഷി മുഖേന ഒരാൾ മാസം കണ്ടു അല്ലെങ്കിൽ രണ്ടാൾ മാസം കണ്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലി വിധി പറയുന്നു, എന്നിട്ട് എല്ലാവർക്കും നോമ്പ് നിർബന്ധമാകുന്നു. ഇവിടെ അടിസ്ഥാന നിയമം മാസം കണ്ട വ്യക്തി നേരിട്ട് കാലിയുടെ മുന്നിൽ ഹാജരാവുകയും അഷ്ഹദു അന്നീ റഅയ്തുൽ ഹിലാല, ഞാൻ റമദാൻ മാസപ്പിറവി കണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഷഹാദത്ത് നിർവഹിക്കുന്നു, തത്തുല്യമായ പദപ്രയോഗങ്ങളിലൂടെ വാചകങ്ങളിലൂടെ ഷഹാദത്ത് നിർവഹിക്കുകയും കാലിക്കത് ബോധ്യം വന്നാൽ സബത്ത ഇന്തി അല്ലെങ്കിൽ ഹക്കം തുബി ഷഹാദത്തിഹി തുടങ്ങിയ പദങ്ങളിലൂടെ വാചകങ്ങളിലൂടെ കാലി ഹുക്മ് നിർവഹിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ ആ കാലിയുടെ മഹ്ലിൽ വിലായത്തിലുള്ളവർക്കെല്ലാം ആ മാസപ്പിറവി കണ്ടതിൻ്റെ നിയമം ബാധകമാണ്. നോമ്പാണെങ്കിൽ നോമ്പ്, പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ ബാധകമാണ്. അതിനുശേഷം അത് ശരിയാവുമോ? അതിപ്പോൾ അങ്ങനെയാണോ അങ്ങനെയാണോ ഓരോരുത്തരുടെ മനസ്സിലുള്ള തോന്നലുകൾ കൊണ്ട് നോമ്പ് പെരുന്നാളിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. കാലിയുടെ വിധിയോടുകൂടി എല്ലാവർക്കും നിർബന്ധമായി. അതേസമയം ആ സാക്ഷിയുടെ ഷഹാദത്ത് കാദിബത്താണ്, അത് കളവാണ്, അല്ലെങ്കിൽ അദ്ദേഹം അയോഗ്യനാണ് എന്ന് കൃത്യമായി ഇൽമുള്ള ഒരാൾ, അദ്ദേഹത്തിന് നോമ്പും പെരുന്നാളൊന്നും നിർബന്ധം ഇല്ല. അദ്ദേഹം ആ വിധി സ്വീകരിച്ചില്ല എന്നതിൻ്റെ പേരിൽ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുകയും ഇല്ല എന്നാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി ശഅബാൻ 30 പൂർത്തിയായിട്ട് നോമ്പെടുക്കുമ്പോൾ മാസം കാണേണ്ടതില്ല, ഹിലാൽ കാണേണ്ടതില്ല, കാദിയുടെ ഹുക്കം ആവശ്യമില്ല. 30 പൂർത്തിയായിട്ടില്ലെങ്കിൽ 29 അസ്തമിച്ച രാത്രിയിൽ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമ്പ് പെരുന്നാൾ ബാധകമാകുന്നത്. അവിടെ ഓരോ നാട്ടുകാരും കാണേണ്ടതുണ്ടോ? അതല്ല ഒരു നാട്ടിൽ കണ്ട റുയ്യത്ത് മറ്റൊരു നാട്ടിലേക്ക് ബാധകമാവുമോ? മദാഹിബുകളിൽ വിശദമായ ഖിലാഫും വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഷാഫിഈ മദ്ഹബല്ലാത്ത മറ്റ് 3 മദ്ഹബുകളിലും കാര്യമായൊരു വ്യത്യാസമില്ലാതെ വലിയ അടുപ്പം അകലുമൊന്നും പരിഗണിക്കാതെ നാടുകളിലേക്ക്, ഒരു നാട്ടിൽ റുയ്യത്ത് മറ്റ് നാടുകളിലേക്കും ബാധകം തന്നെയാണ് എന്നതാണ് പൊതുവെ മറ്റ് 3 മദ്ഹബുകളുടെയും നിലപാട്. പിന്നെ ബുഅദ് ഫാഹിസായാൽ വളരെ അകലമുണ്ട് എന്നാണ്, ഇവിടെ ഈ സ്ഥലത്ത് കണ്ടത് ആ സ്ഥലത്തേക്ക് എത്താനുള്ള വാർത്ത എത്താനുള്ള സൗകര്യം പോലും ഇല്ലാത്ത രൂപത്തിൽ തഫാഹുഷുൽ ബുഅദുണ്ടായാൽ ബാധകമല്ല എന്നൊക്കെ അവരുടെ മദ്ഹബുകളിൽ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ പോലും പൊതുവെ മറ്റ് മദ്ഹബുകളിലൊക്കെ ഒരു സ്ഥലത്തെ റുയ്യത്ത് ഇത്തിഹാദുൽ മത്താലി ഇഖ്തിലാഫുൽ മത്താലി എന്ന വേർതിരിവ് ഇല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്കും ബാധകമാണ് എന്ന് മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൻ്റെ കൂടുതൽ പഠനവും അതിൽ കൂടുതൽ മുത്താലയും ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി മാത്രം അത് ഓർമ്മപ്പെടുത്തിയതാണ്. ആ മദാഹിബുകളുടെ തഫ്സീലിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഹനഫി, മാലിക്കി, ഹംബലി മദ്ഹബിൻ്റെ ഒക്കെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അത് സംബന്ധമായ കൂടുതൽ വിവരം ലഭ്യമാകും. ചിലയിടത്തൊക്കെ ഉദയാസ്തമയ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ചില സ്ഥലങ്ങളിലുള്ള റുയ്യത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് എടുക്കുന്ന രീതി ഉണ്ടല്ലോ, അതിനും ഇസ്ലാമിക ഫിഖ്ഹിൽ അവസരം ഉണ്ട്. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള വിഷയമാണ് എന്ന് മാത്രം ഉണർത്തിയതാണ്. ഞാൻ ഷാഫിഈ മദ്ഹബിൻ്റെ മർമ്മമായ ഭാഗമാണ് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി വിശദീകരിക്കുന്നത്. ഷാഫിഈ മദ്ഹബ് നമുക്കറിയാം, നമ്മുടെ മിൻഹാജിൽ തന്നെ പറയുന്നതാണ്, വഇദാ റുഇയ ബിബലദിൻ ലസിമ ഹുക്മുഹു അൽ ബലദൽ ഖരീബ ദൂനൽ ബഈദി എന്ന് നമ്മുടെ ഫിൽ അസഹി മിൻഹാജിൻ്റെ തന്നെ ഈ വാർത്താണല്ലോ. വഇദാ റുഇയ ബിബലദിൻ, ഒരു നാട്ടിൽ മാസപ്പിറവി ദർശിക്കപ്പെട്ടാൽ ലസിമ ഹുക്മുഹു, ആ ദർശനത്തിൻ്റെ ആ ഹിലാലിൻ്റെ വിധി ബാധകമാണ്. ഹിലാലിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ നോമ്പ് പെരുന്നാളും അത് ബാധകമാണ്. അൽ ബലദൽ ഖരീബ, റുയ്യത്തുണ്ടായ മാസം, ഹിലാൽ ദർശിച്ച മാസം കണ്ട നാടിൻ്റെ ഖരീബായ നാടുകളിലേക്കൊക്കെ അത് ബാധകമാണ്. ഖത്അൻ, അവിടെ ഷാഫി മദ്ഹബ് കണ്ട അഭിപ്രായമല്ല. ലിഅന്നഹുമാ കബലദിൻ വാഹിദിൻ, മാസം കണ്ട നാടിൻ്റെ തൊട്ടടുത്ത സ്ഥലം അത് രണ്ടും കൂടി ഒറ്റ നാട് പോലെയാണ്. അതുകൊണ്ട് ഈ റുയ്യത്തിൻ്റെ വിധി ആ നാട്ടിലേക്കും ബാധകമാണ്. ഖത്അൻ ദൂനൽ ബഈദി, ഒരു നാട്ടിൽ മാസം കണ്ടാൽ ആ കണ്ട നാടുമായി അകലമുള്ള നാട്ടിലേക്ക് അത് ബാധകമല്ല. ഫിൽ അസഹി,
ഇപ്പം ഷാഫിഈ മദ്ഹബിൽ തന്നെ ആ അസ്വഹിൻ്റെ മറുവശത്തുള്ള രണ്ടാം അഭിപ്രായം, ഒരു നാട്ടിലെ റുയ്യത്തുണ്ടായാൽ അത് ബഈദിലേക്കും ബാധകമാണ് എന്ന് തന്നെയാണ്. അസഹിൻ്റെ സാനിയായ വീക്ഷണം ഷാഫി മദ്ഹബിലും ഒരു നാട്ടിൽ റുയ്യത്തുണ്ടായാൽ ബഈദിലേക്ക് ബാധകമാണ് എന്നാണ്. അപ്പോൾ ആ സാനി അനുസരിച്ച് ഖരീബ് ബഈദ് എന്നുള്ള വിവേചനം ഇല്ല. മുഅ്തമദ് അനുസരിച്ച് നമ്മുടെ മദ്ഹബിലെ മുഫ്താബിഹി അനുസരിച്ച് മദ്ഹബിലെ ഒന്നാം നിലപാട് ഇദാ റുയ്യ ബി ബലദിൻ ലസിമ ഹുക്മുഹു അൽ ബലദൽ ഖരീബ ദൂനൽ ബഈദി. ഖരീബ് ബഈദിൻ്റെ തഫ്സീൽ ഇൻഷാ അല്ലാഹ് പിന്നീട് നടത്താം. അതിനു മുമ്പ് ഈ പറഞ്ഞ ഇബാറയുടെ അർത്ഥം എന്താണ്, വിവക്ഷ എന്താണ്? ഒരു നാട്ടിൽ കണ്ടാൽ മനസ്സിലാകുന്നില്ലേ? ഇങ്ങനെ തന്നെ പറഞ്ഞാൽ പോരെ? ഇതൊക്കെ ഞാൻ മലയാളത്തിലാക്കണോ? ഇദാ റുയ്യ ബി ബലദിൻ ലസിമ ഹുക്മുഹു അൽ ബലദൽ ഖരീബ ദൂനൽ ബഈദി. ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ അടുത്ത നാടിലേക്ക് അത് ബാധകമാണ്, അകന്ന നാടിലേക്ക് ബാധകം. എന്താണ് ഈ അടുത്ത നാട്ടിലേക്ക് ബാധകമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ചിലപ്പോൾ അടുത്ത നാടും അകന്ന നാടും രണ്ടിടത്തും കാളിമാർ രണ്ടാളായിരിക്കും. കണ്ട നാട്ടിലൊരു കാളിയുണ്ട്, അതിൻ്റെ അടുത്ത നാട്ടിൽ ഈ കാളിയുടെ ഉള്ള സ്ഥലമല്ല, അവിടെ മറ്റൊരു കാളിയാണ്. അപ്പോൾ ഇദാ റുയ്യ ബി ബലദിൻ ലസിമ ഹുക്മുഹു അൽ ബലദൽ ഖരീബ, ഒരു നാട്ടിൽ കണ്ടാൽ അത് അടുത്ത നാട്ടിലേക്ക് ബാധകമാണ് എന്നതിൻ്റെ അർത്ഥം എന്താ? ആ രണ്ടാം നാട്, ഞാൻ ഒന്നും രണ്ടും എന്ന് പറയട്ടെ. ഒന്നാം നാട് എന്ന് പറഞ്ഞാൽ മാസപ്പിറവി കാഴ്ച നടന്ന ദർശനം ഉണ്ടായ നാട്. മറ്റേ നാട് പറഞ്ഞാൽ റുയ്യത്ത് ഉണ്ടായിട്ടില്ല, ഖരീബായ നാട്. അപ്പോൾ ഈ ഒന്നാം നാട്ടിലെ റുയ്യത്ത് രണ്ടാം നാട്ടിലേക്ക് ബാധകമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാം നാട്ടിലെ ഖാദി ഹുക്മ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ? ഞാൻ അതിൻ്റെ മർമ്മം ആദ്യം പറയാം, ഇബാറ പിന്നെ വായിക്കാം. അത് നമ്മൾ പല രൂപം സങ്കല്പിക്കുക. ഒന്ന്, രണ്ടും ഒരേ ഖാദിയുടെ മഹല്ലിൽ വിലായത്ത് തന്നെയാണ്. വഇദാ റുയ്യ ബി ബലദിൻ ലസിമ ഹുക്മുഹു അൽ ബലദൽ ഖരീബ്. ഒരു സ്ഥലത്ത് കണ്ടാൽ അടുത്ത നാടിന് ബാധകമാണ് എന്നതിൻ്റെ വിവിധ അർത്ഥതലങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത്. രണ്ടും ഒരേ ഖാദിയുടെ മഹല്ലിൽ വിലായത്ത് തന്നെയാണ്. എന്നാ പ്രശ്നമല്ല. മലപ്പുറവും പാലക്കാടും രണ്ടിടത്തും ഒരേ ഖാദിയാണ്. മലപ്പുറത്ത് കണ്ടു, പാലക്കാട് മലപ്പുറത്തിൻ്റെ ഖരീബുമാണ്, രണ്ടിടത്തും ഒരേ ഖാദി തന്നെയാണ്. എന്നാൽ ഈ ഖാദി മലപ്പുറത്ത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മലപ്പുറത്തും പാലക്കാടും കൂടി ഖാദിയായ ഖാദി ഹുക്മയോടുകൂടി രണ്ട് സ്ഥലത്തേക്കും റുയ്യത്ത് ബാധകമായി. ഇനി രണ്ടും രണ്ട് ഖാദിയാണ്, അങ്ങനെ വരാമല്ലോ. രണ്ടും രണ്ട് ഖാദിയാണ്. എന്നാലോ വഇദാ റുയ്യ ബി ബലദിൻ ലസിമ ഹുക്മുഹു അൽ ബലദൽ ഖരീബ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, കണ്ട നാട്ടിൽ ഖാദിയുടെ അടുക്കൽ ഷഹാദത്ത് നിർവഹിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഖാദി മാസോറപ്പിച്ചത് കൊണ്ട് തന്നെ രണ്ടാം നാട്ടുകാർക്ക് അവരുടെ നാട്ടിലെ ഖാദി ഹുക്മ് ചെയ്യാതെ തന്നെ നോമ്പ് നിർബന്ധമാകും എന്ന അർത്ഥം ആ ഇബാറത്തിന് ഇല്ല. വഇദാ റുയ്യ ബി, ചില മുത്താലികൾ അങ്ങനെ അർത്ഥം വെക്കും. വഇദാ റുയ്യ ബി ബലദിൻ ലസിമ ഹുക്മുഹു അൽ ബലദൽ ഖരീബ, മലപ്പുറത്ത് കണ്ടു, മലപ്പുറത്തെ ഖാദി ഹുക്മ് ചെയ്തു. എന്നാൽ ഇനി പാലക്കാട് ഖരീബായതുകൊണ്ട് പാലക്കാട്ടേക്കൊക്കെ നോമ്പ് നിർബന്ധമായി, ഇനി പാലക്കാട്ടിലെ ഖാദിനെ നോക്കേണ്ട കാര്യം, അങ്ങനെ ഒരർത്ഥം ആ ഇബാറക്ക് ഇല്ല. പിന്നെന്താ, രണ്ടിടത്തും രണ്ട് ഖാദിയാണെങ്കിൽ രണ്ടിടത്തും വെവ്വേറെ ഖാദിമാരാണ്. അപ്പോഴും മിൻഹാജ് പറഞ്ഞു ഒരു നാട്ടിൽ കണ്ടാൽ ആ കാഴ്ച എവിടേക്ക് ബാധകമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ ഒന്നാം നാട്ടിലെ റുയ്യത്ത് ആ രണ്ടാം നാട്ടിലെ ഖാദിക്ക് അവലംബിക്കാവുന്നതാണ്. ഒന്നാം നാട്ടിലെ റുയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്ക് ഹുക്മ് ചെയ്യാം? ആ ഖാദിക്ക്. പാലക്കാട് ഖാദി എന്ത് ചെയ്യേണ്ട? എൻ്റെ മഹല്ലുൽ വിലായത്തിലോ അല്ലെങ്കിൽ പാലക്കാടോ മാസം കണ്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ടതില്ല. മലപ്പുറത്തെ റുയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്ക് ഹുക്മ് ചെയ്യാം? അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടാൽ, ശർഈയായ രൂപത്തിൽ ബോധ്യപ്പെട്ടാൽ അദ്ദേഹം ഹുക്മ് ചെയ്യൽ നിർബന്ധവുമാണ്. ഇപ്പം ഞാൻ എന്താ പറയുക, ഒന്നും കൂടി അർത്ഥം വെക്കാം. വഇദാ റുയ്യ ബി ബലദിൻ ലസിമ ഹുക്മുഹു അൽ ബലദൽ ഖരീബ, ഒരിടത്ത് മാസം കണ്ടാൽ അടുത്ത നാടിന് ബാധകമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു സാഹചര്യം രണ്ടിടത്തും ഒരേ ഖാദിയാണ്. ഫഹുവ ളാഹിർ. വിശദീകരിക്കാൻ, രണ്ടിടത്തും രണ്ട് ഖാദിയായാൽ ഒന്നാം നാട്ടിലെ റുയ്യത്ത് രണ്ടാം നാടിന് ബാധകമാണ് എന്നാണ് ഇതിനർത്ഥം. രണ്ടാം നാട്ടിലെ ഖാദി വിധി നടത്തിയോ ഇല്ലേ
അദ്ദേഹത്തിന് വിഷയം ബോധ്യപ്പെട്ടോ ബോധ്യപ്പെട്ടില്ല എന്ന ആലോചനയൊന്നുമില്ലാതെ ഒന്നാം നാട്ടിലെ റുയ്യത്ത് കൊണ്ട് തന്നെ രണ്ടാം നാട്ടിലെ നാട്ടുകാർക്കൊക്കെ നോമ്പ് നിർബന്ധമായിരിക്കുന്നു എന്ന അർത്ഥം മിൻഹാജിൻ്റെ ആ പ്രയോഗത്തിന് ഇല്ല. അവിടുത്തെ അർത്ഥം പിന്നെന്താ? ഒന്നാം നാട്ടിലെ റുയ്യത്ത് കരീബിന് ബാധകാന്ന് പറഞ്ഞാൽ ആ ഒന്നാം നാട്ടിലെ റുയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം നാട്ടിലെ ഖാദിക്കും ഹുക്കുമ് നടത്താം. പക്ഷെ അങ്ങനെ ഹുക്കുമ് നടത്തണമെങ്കിൽ ഈ ഒന്നാം നാട്ടിലെ റുയ്യത്ത് രണ്ടാം നാട്ടിലെ ഖാദിയുടെ അടുക്കൽ ബോധ്യപ്പെടണം, സുബൂത്താവണം. സുബൂത്തായാൽ അദ്ദേഹം അതുകൊണ്ട് ഹുക്കും ചെയ്യണം. അല്ലാതെ അദ്ദേഹം എന്ത് പറയണ്ട, എൻ്റെ നാട്ടിൽ കണ്ടില്ലല്ലോ, അവിടെ അല്ലേ കണ്ടത്, കാരണം കരീബിന് അത് ബാധകമാണ്. ഇനി നമ്മളെ മുന്നിലുള്ളൊരു രൂപം, ഒന്നാം നാട്ടിലെ റുയ്യത്ത് എങ്ങനെയാണ് രണ്ടാം നാട്ടിലെ ഖാദിയുടെ അടുക്കൽ ബോധ്യപ്പെടേണ്ടത് എന്നാണ്. മനസ്സിലാകുന്നില്ലേ? ബോധ്യപ്പെടാനുള്ള ഒരു മാർഗം എല്ലാം കിതാബ് പറഞ്ഞോണമെന്നില്ല, ചിലത് വളരെ ലാഹിറാകുമ്പോൾ കിതാബ് പറയില്ല. ഏതായാലും ആവശ്യമായ ഇബാറ ഞാൻ പിന്നീട് വായിക്കും. വിഷയം തസവറാക്കാണ് ഇപ്പം ചെയ്യുന്നത്. ഒന്ന്, ആ ഒന്നാം നാട്ടിൽ മാസം കണ്ട വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം ഒന്നാം നാട്ടിലെ ഖാദിയുടെ അടുക്കൽ എന്തായിക്കണ് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഒന്നാം നാട്ടിലെ ഖാദി റമദാൻ പെരുന്നാളിൻ്റെ വിധി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എവിടെ സ്ഥിരപ്പെടണം? രണ്ടാം നാട്ടിൽ സ്ഥിരപ്പെടണം. അതിന് ഈ കണ്ട വ്യക്തി തന്നെ നേരിട്ട് എവിടെ ഹാജരായിന്ന് നമ്മൾ സങ്കല്പിക്കുക, രണ്ടാം നാട്ടിലെ ഖാദിയുടെ അടുക്കലും. എന്നിട്ട് അദ്ദേഹം ഒന്നാം നാട്ടിലെ ഖാദിയുടെ അടുക്കൽ അഷ്ഹദു അന്നി റഅയ്തുൽ ഹിലാല ഷഹാദ നിർവഹിച്ചതുപോലെ രണ്ടാം നാട്ടിലെ ഖാദിയുടെ അടുക്കലും അദ്ദേഹം ഷഹാദ നിർവഹിക്കുന്നു. ലളിതമായ രൂപമാണല്ലോ. മനസ്സിലായോ? ഇപ്പം എന്ത് ചെയ്യണം? ആ രണ്ടാം നാട്ടിലെ ഖാദി ഹുക്കുമടത്തണം. ഇനി മറ്റൊരു രൂപം കിതാബിൽ പറയുന്ന ഷഹാദത്തുൻ അലൽ ഹുക്മ്. അതെങ്ങനെ? ഇപ്പോൾ ഒന്ന് ആദ്യത്തെ രൂപം മനസ്സിലായില്ലേ, ലാഹിറാണ്. അപ്പോൾ മനസ്സിലാക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ അതേ ഇബാർത്ത് കണ്ടോളുന്നില്ല, കാരണം ഇതിപ്പോൾ പറയേണ്ട കാര്യമില്ല, ലാഹിറാണല്ലോ. ഒന്നാം ഇനി രണ്ടാമത് ഞാൻ പറയുന്നത്, ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഷഹാദത്തുർ റാഇ ബിനഫ്സിഹി ഇൻദ ഖാദിൽ ബലദിൽ ഖരീബി. ഇതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ഷഹാദത്തുൻ അലൽ ഹുക്മ്. എന്താ ഷഹാദത്തുൻ അലൽ ഹുക്മ് എന്ന് പറഞ്ഞാൽ, ഒന്നാം നാട്ടിൽ മാസം കണ്ട വ്യക്തി ബലദു റുഇയത്തിലെ ഖാദിയുടെ അടുക്കൽ കൃത്യമായി ഷഹാദത്ത് നിർവഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒന്നാം നാട്ടിലെ ഖാദി എന്ത് ചെയ്തു? ഹക്കംതു ബിറുയത്തിഹി തുടങ്ങിയ രൂപത്തിൽ ഹുക്മ നടത്തി. ഈ ഖാദിയുടെ ഈ ഹുക്മ നടത്തുന്നതിന് സാക്ഷിയായ രണ്ടുപേർ, ഷഹാദത്തുൻ അലൽ ഹുക്മിന് ഒരാൾ പോരാ, രണ്ടാൾ വേണം. ഷഹാദത്തു റമദാനൊരു ഷാദി മതി. ഇത് മാസം കണ്ടു എന്നുള്ളതിനല്ല ഇവർ സാക്ഷിയാകുന്നത്, ഈ ഖാദി ഹുക്മ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാം നാട്ടിലെ ബലദുറുയ്യത്തിയുടെ ഖാദിയുടെ അടുക്കൽ ആ ഖാദി ഹുക്മ ചെയ്യുന്നതിന് സാക്ഷിയായ രണ്ടുപേർ ബലദുൽ ഖരീബിൻ്റെ ഖാദിയുടെ അടുക്കൽ ഹാജരാകുന്നു. എന്നിട്ട് ഓല് ഷഹാദത്ത് നിർവഹിക്കുന്നു. ഓല് റുയ്യത്തുൽ ഹിലാലിനുള്ള ഷാഹിദ് അല്ല, ഓല് ഹുക്കുമും ബിറുയ്യത്തുൽ ഹിലാലിനുള്ള ഷാഹിദാണ്. അവരപ്പോൾ ആ രണ്ടാം ഖാദിയോട് എന്താ പറയുക? അഷ്ഹദു അന്ന ഖാദിയൽ ഫുലാനിയ ഹക്കമ ബി കദാ വകദാ. ഇങ്ങനെ ഷഹാദത്തുൻ അലൽ ഹുക്കുമിലൂടെ രണ്ട് സാക്ഷികൾ അവിടെ നിന്നു. അത് ഖാദിക്ക് ബോധ്യം വന്നു, എന്നാലും ഖാദിക്ക് അത് ഹുക്കുമ് ചെയ്യാം. ഇപ്പം എത്ര രൂപയായി? ഇനി വേണമെങ്കിൽ ഷഹാദത്തുൻ അല ഷഹാദ എന്ന് പറയുന്ന ഒരു രൂപമുണ്ട്. അതിനൊക്കെ എൻ്റെ ചില തഫാസീലുകളുണ്ട്. എല്ലാ തഫാസീലുകളിലേക്കും ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഷഹാദത്തുൻ അല ഷഹാദ, അതെന്താ? ചിലയിടത്തൊക്കെ നിങ്ങൾ കാണുമല്ലോ, ഷഹാദത്തിൻ്റെ ബാബിൽ തന്നെ ഉണ്ടല്ലോ, അസ്ല് ഷഹാദത്തിൽ നിന്ന്, ഷാഹിദിൽ നിന്ന് ആ ഷഹാദത്ത് വേറെ രണ്ടുപേർ ഏറ്റെടുക്കുന്നു, എന്നിട്ട് അവർ ഖാദിയുടെ അടുക്കൽ വരുന്നു. അത് ചിലപ്പോൾ എവിടെയും പറ്റും, മറ്റ് കേസുകളിലൊക്കെ പറ്റും. ഒന്നാമത്തെ ആദ്യ ഷാഹിദ് തീരെ ഷഹാദത്ത് നിർവഹിക്കാത്തയിടത്തും പറ്റും. വിഷയത്തിൻ്റെ സാക്ഷിക്ക് കോടതിയിൽ അല്ലെങ്കിൽ ഹാക്കിമിൻ്റെ അടുക്കൽ ഹാജരാവാൻ എന്തോ തടസ്സങ്ങളുണ്ട്, ആക്സിസ് ഉണ്ട്, അതിന് ചില ഷർത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ഷഹാദത്തുൻ അല ഷഹാദിന്. അപ്പം എന്ത് ചെയ്യും? അദ്ദേഹം ഞാൻ ഇന്ന വിഷയത്തിന് ഷാഹിദാകുമെന്നും ഈ ഷഹാദത്ത് പറയാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന കൃത്യമായ വാചകത്തിലൂടെ അദാലത്തുള്ള രണ്ടാളെ ഏൽപ്പിച്ചിട്ട് അവർ ഹാക്കിമിൻ്റെ അടുക്കൽ സാക്ഷി നിൽക്കുന്ന രൂപം. ഇതാണ് ഷഹാദത്തുൻ അല ഷഹാദ. ഞാൻ ആദ്യം പറഞ്ഞത് ഷഹാദത്തുൻ അലൽ ഹുക്കുമാണ്, ചെറിയ വ്യത്യാസം അതിലുണ്ട്. അപ്പോൾ ഈ ഷഹാദത്തുൻ അല ഷഹാദയാകുമ്പോൾ അതിൻ്റെതായ ചില ഷർത്തൊക്കെ ഉണ്ട്. അസ്ലിന് അജിസ് വേണമെന്നുണ്ടോ ഇല്ല എന്നുള്ള വിഷയങ്ങളൊക്കെ അതിലുണ്ട്. ഏതായാലും ഈ ഷഹാദത്തുൻ അല ഷഹാദയിലൂടെയും രണ്ടുപേര് ഖരീബായ നാട്ടിലെ ഖാദിയുടെ അടുക്കൽ സാക്ഷി നിന്നാൽ
അതും അദ്ദേഹത്തിൻ്റെ അടുക്കൽ സുബൂത്താവാനുള്ള മാർഗമാണ്. ഇനി വേണമെങ്കിൽ ഇസ്തിഫാലയുടെ രൂപവും അവിടെ പറയാം, ഇബാറ വായിക്കുന്നതിനനുസരിച്ച് വിശദീകരിക്കാം. മറ്റൊരു രൂപം നേരിട്ട് ആരെന്നെ ഇഖ്ബാർ നടത്തുക, ഈ ഖാദി തന്നെ. ഖാദി തന്നെ നേരിട്ടാണ്ട് വിവരം കൈമാറും. 3 രൂപം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന്, ആദ്യത്തെ സാക്ഷി തന്നെ രണ്ടാം ഖാദിയുടെ അടുക്കൽ ഹാജരാകുക. മറ്റൊന്ന് ഷഹാദത്തുൻ അലസ് ഹുക്മ്. മൂന്നാമത് ഞാൻ പറഞ്ഞത് ഷഹാദത്തുൻ അലസ് ഷഹാദ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഖാദിമാർ തമ്മിൽ നേരിട്ട് വിവരം കൈമാറുക. പക്ഷെ അങ്ങനെ കൈമാറുമ്പോൾ 2 രൂപമുണ്ട്. ഒന്ന്, ഒന്നാം നാട്ടിലെ, സമയം കൂടുതൽ എടുക്കുന്നുണ്ടല്ലേ, ചുരുക്കി പറയാം. ഒന്നാം നാട്ടിലെ ഖാദി, ഏതാ ഒന്നാം നാട്? കണ്ട നാട്. ബലദുർ റുയത്തിലെ ഖാദിയുടെ അടുക്കൽ ഖരീബായ നാട്ടിലെ ഖാദി ഇങ്ങോട്ട് ഹാജരാകുന്നു. ഉദാഹരണം, പാലക്കാട് ഖാദി എവിടെ വരുന്നു? മലപ്പുറം ഖാദിയുടെ സമീപത്ത് വരുന്നു. എന്നിട്ട് മലപ്പുറം ഖാദി ഞാൻ നാളെ നോമ്പൊന്നായി ഉറപ്പിച്ചിട്ടുണ്ട്, ഹുക്മ നടത്തിയിട്ടുണ്ട് എന്ന് ആരോട് ഇഖ്ബാർ ചെയ്യുന്നു? അങ്ങനെ ഈ പാലക്കാട് ഖാദി തൻ്റെ മഹല്ലുൽ വിലായത്തിലേക്ക് തിരിച്ചു പോയതിന് ശേഷം അവിടെ പോയിട്ട് ഹക്കംതു എന്ന് പറയുന്ന ഹുക്മ നടത്തുന്നു. ഇത് സ്വീകാര്യമാണ്. രണ്ടാം ഖാദിയുടെ അടുക്കൽ ഒന്നാം നാട്ടിലെ റുയത്ത് സ്ഥിരപ്പെടാനുള്ള ഒരു മാർഗം ഖാദി നേരിട്ട് ഇഖ്ബാർ നടത്തുക എന്നുള്ളതാണ്. അതിനിപ്പോൾ ഞാൻ പറഞ്ഞത് ഖരീബായ നാട്ടിലെ ഖാദി റുയത്തിൻ്റെ നാട്ടിലെ ഖാദിയുടെ അടുക്കൽ ഇങ്ങോട്ട്, അടുക്കൽ തന്നെ വീട് എന്നൊന്നുമല്ല, മഹല്ലുൽ വിലായത്ത് എന്നാണ് ഉദ്ദേശം, ഇങ്ങോട്ട് ഹാജരായി ഈ ഖാദി നടത്തി. അപ്പോഴും പാലക്കാട് ഖാദിക്ക് ഹുക്മ എങ്കിൽ ഇവിടെ ഇരുന്ന് ഹുക്മ ചെയ്താൽ വർത്താനേ ആവുള്ളൂ, ഹുക്കുമാവില്ല. പാലക്കാട് ഖാദിയുടെ ഹുക്മ എന്ന് പറയണമെങ്കിൽ എവിടെ വരണം? ഏത് ഖാദിമാരുടെയും ഖളാ എന്ന് പറഞ്ഞത് അതാത് ഖാദിമാർ നടത്തേണ്ടത് അവരുടെ മഹല്ലുൽ വിലായത്തിൻ്റെ പരിധിയിലുള്ളിൽ വെച്ചാണ്. മഹല്ലുൽ വിലായത്തിൻ്റെ പുറത്ത് വെച്ച് നടത്തുന്നതിന് ഖളാ എന്ന പരിഗണന ഫിഖ്ഹിൽ ശരീഅത്തിൽ ഇല്ല. അതൊരു വർത്താനാണ് എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് മലപ്പുറത്ത് വന്നു ഖാദി തിരിച്ചു പോയിട്ട് അവിടെ നിൽക്കുകയാണ് പറ്റും. അതേസമയം ഈ കണ്ട നാട്ടിലെ ബലദുറുയ്യത്തിലെ ഖാദി എങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഇഖ്ബാർ ചെയ്താൽ അത് സ്വീകാര്യമല്ല. കാരണം അതൊരു വെറും വർത്താനാണ്, ഒരു ഖാദിയുടെ വിവരം നൽകലായിട്ട് പരിഗണിക്കൂല. കാരണം മലപ്പുറത്തെ ഖാദി ഇപ്പോൾ എവിടെ ഉള്ളത്? പാലക്കാട് ഖാദിയിലേക്ക് അങ്ങോട്ട് പോയിട്ട് പാലക്കാട് ഖാദിയിലേക്ക് സംസാരിക്കുക, അതൊരു സംസാരം എന്നേ പറയാൻ പറ്റൂ. ഒരു ഖാദി എന്ന അഡ്രസ്സ് അതിനില്ല. കാരണം മലപ്പുറം ഖാദിക്ക് ഖാദി എന്ന അഡ്രസ്സ് എപ്പോഴാണ്? മലപ്പുറത്താവുമ്പോഴാണ്. മലപ്പുറം ഖാദിക്ക് ഖാദി എന്നുള്ള അഡ്രസ്സ് എപ്പോഴാണ്? മലപ്പുറത്താണ്. അവിടെ വെച്ച് പറഞ്ഞാൽ അവരുടെ ആ ഇഖ്ബാർ മഹല്ലുൽ വിലായത്തിൽ വെച്ചുള്ള ഇഖ്ബാറാണ്, അതിന് പരിഗണനയുണ്ട്. അത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേ ഖാദിക്ക് അവിടെ പോയതിൻ്റെ ശേഷം ഹുക്മ ചെയ്യാം. പകരം ഈ ഖാദി അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാൽ അതിന് സ്വീകാര്യത ഇല്ല. എന്തുകൊണ്ട് സ്വീകാര്യത ഇല്ല? അവിടെ മുഖ്ബിർ ഖാദിയല്ല. പറഞ്ഞ് മനസ്സിലാണെന്നറിയില്ല. എന്നാൽ ആ മുഖ്ബിറിന് ഖാദി എന്ന മേൽവിലാസം അപ്പോൾ ശറഅ് പരിഗണിക്കുന്നില്ല. കാരണം അദ്ദേഹം ഫി ഖാരിജി മഹല്ലി വിലായത്തിഹി. അപ്പം ഖാദിമാർ വിവരം കൈമാറുമ്പോൾ ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പം ഖാദിനെ നേരിട്ടാണ്ട് പോയാൽ പോലും ഈ ഖാദി അങ്ങോട്ട് പോയിട്ട് വിഷയം കൈമാറുമ്പോൾ അതിന് പ്രശ്നമുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? ആ ഖാദി ഇങ്ങോട്ട് വന്നിട്ട് വിവരം സ്വീകരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നമില്ല. ഇനി ഫോണിലൂടെ മതിയാകുമോ? ഇല്ല, ഫോണിലൂടെ പോരാ. ഫോണിലൂടെ വിവരം പറയാനൊന്നും പോരാന്നല്ല. കാരണം ഫോണിലൂടെയുള്ള സംസാരത്തെ ഒരു ഹുജ്ജത്തായിട്ട് ഫിഖ് പരിഗണിക്കുന്നില്ല. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷഹാദത്തിന് ഷാഹിദ് അൽ മഷ്ഹൂർ ഇൻദഹുവിൻ്റെ അടുക്കൽ ഹുദൂർ നിർബന്ധമാണ്. ഇഖ്ബാറും ഒരാളുടെ ഇഖ്ബാറിൻ്റെ അടിസ്ഥാനത്തിൽ, തസ്ദീഖിൻ്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാൻ ഫോണിലൂടെയുള്ള വിവരങ്ങളൊക്കെ മതി, ഞാൻ അങ്ങോട്ട് എത്തുന്നുണ്ട്, അത് പറയും. ഹുക്മിനെ അവലംബിക്കാൻ ഏത് പോരാ? ഫോൺ കോളുകൾ പോരാ. അപ്പം ഈ ഖാദി ഫോണിലൂടെ അങ്ങോട്ട് വിവരം കൈമാറിയത് കൊണ്ട് മാത്രം അപ്പുറത്തെ ഖാദിക്ക് ഹുക്മ ചെയ്യാനുള്ളൊരു രേഖയായിട്ട് അത് പരിഗണിക്കൂല. തസ്ദീഖ് കൊണ്ട് അമൽ ചെയ്യാൻ അതൊക്കെ മതി. ഞാൻ ആ ഭാഗം വിശദീകരിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് ശ്രദ്ധിച്ചോന്നറിയില്ല. ഹുക്മ ഷഹാദത്തിൻ്റെ, ഷാഫി മദ്ഹബിൻ്റെ മുഅ്തമദായ ഹുക്മ ഷഹാദത്തിൻ്റെ റൂട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമലിന് സ്വീകരിക്കാവുന്നതും ചെയ്യാവുന്നതും അവലംബിക്കാവുന്നതായ റൂട്ട് ഞാൻ രണ്ടാമത് പറയും. പതിഷ്കാലായിട്ട് ആകെ പ്രശ്നമാക്കണം. ഇപ്പം ഈ പറയുന്നത് നന്നായി മനസ്സിലാക്കുക. ഇപ്പം ഏകദേശം വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. അതിനാവശ്യമായ ഇബാറകൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇജ്മാലൻ പറഞ്ഞതിന് ശേഷം ഇബാറ വായിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്.
അപ്പോൾ ഇതാ റുഇയ ബി ബലദിൻ ലദിമ ഹുക്കുമുഹു അൽ ബലദൽ ഖരീബ ദൂനൽ ബഈദി ഫിൽ അസഹി. ഇനി രണ്ടോടത്ത് രണ്ട് കാലുള്ള സംഗതിക്കുള്ള ഇബാറത്ത് മറ്റൊക്കെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, കേട്ടോളി. തുഹഫയുടെ ഇബാറത്ത് ഖാലിയത്തു ഖൗലിഹി ലസിമ വഇദാ റുഇയ ബി ബലദിൻ ലസിമ ഹുക്കുമുഹു അൽ ബലദൽ ഖരീബ ഖാലിയത്തു ഖൗലിഹി ലസിമ ഇലാ ആഖിരിഹി അന്നഹു ബി മുജറദി റുയത്തിഹി. ഇബാറത്തുകളൊന്ന് കുറിച്ച് വെച്ചാൽ മതി, കണ്ടെത്താനുള്ള രൂപത്തിന് വേണ്ടി ബാക്കി വായിക്കുന്നത് ശ്രദ്ധിക്കണം. ഖളിയത്തു ഖൗലിഹി ലസിമ ഇലാ ആഖിരിഹി അന്നഹു ബി മുജറദി റുയത്തിഹി ബി ബലദിൻ, ഒരു നാട്ടിൽ മാസപ്പിറവി കാണൽ കൊണ്ട് മാത്രം, അതുകൊണ്ട് തന്നെ യൽസമു കുല്ല ബലദിൻ ഖരീബത്തി മിൻഹു അസ്സൗമു അവിൽ ഈദു അവിൽ ഫിത്രു. ഒരു നാട്ടിൽ കണ്ട കരീബിന് ബാധകമാണ്. ഒരു നാട്ടിൽ കണ്ടതോടുകൂടി തന്നെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കരീബിനേക്കൊക്കെ ആ നിയമം ബാധകമാണ് എന്നാണ് അതിൻ്റെ ധ്വനിയുള്ളത്. ലദിമ ഹുക്കുമൽ കരീബ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ലാക്കിൻ ആ മുക്തള മുറാദല്ല മിനൽ വാലിഹി അന്നഹു ഇദാ ലം യസ്ബുത്ത് ബിൽ ബലദില്ലദി ഉശിഅത്ത് റുയത്തുഹു ഫീഹ. ഒന്നാമത്തെ നാട്ടിൽ തന്നെ സുബൂത്തായിട്ടില്ലെങ്കിൽ, ചിലപ്പോൾ അവിടെ കണ്ടു എന്നൊരു പ്രചരണേ ഉള്ളൂ, അവിടെ തന്നെ സുബൂത്തായിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടൊരു ഭാഗം കൂടി പറയാം, എന്നിട്ട് ഈ ബാർത്ത് വായിക്കാം. കാരണം ഞാൻ ആ പറയാൻ വിട്ട കാര്യങ്ങൾ കൂടി ഈ ബാർത്തിലുണ്ട്. അപ്പോൾ ഇന്ന് രണ്ടാമത് വായിക്കണ്ടല്ലോ. ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത്, ഒരു തെർത്തീബ് കിട്ടുന്നില്ല നിങ്ങൾക്ക്, അതെൻ്റെ പ്രശ്നം. ഞാൻ എന്തേ പറഞ്ഞത്, ഒരു നാട്ടിൽ കണ്ടാൽ ഖരീബിലേക്ക് ബാധകമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവിടെ കുറേ രൂപങ്ങൾ മനസ്സിലാക്കണം. ഖരീബിലെ കാലിയെ അപ്രസക്തനാക്കിക്കൊണ്ടുള്ള ഇബാറയല്ലാതെ ഇപ്പോഴും ഖരീബിലെ കാലിക്ക് റോൾ ഉണ്ട്. ആ ഖരീബിലെ കാലിക്ക് ഈ റുയത്ത് അവലംബിച്ചുകൊണ്ട് ഹുക്കുമ നടത്താം എന്നല്ല ശറഈയായ ത്വരീഖിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടത്തണം. ശറഈയായ ത്വരീഖുകൾ ഞാൻ ചിലത് പറഞ്ഞല്ലോ. ഇനി അവിടെ ബാക്കിയുള്ള സാധ്യതയും കൂടിയായിട്ട് പറയാം. ഖരീബിൽ കാലി ഇല്ല, ബലദു റുയത്തുലൊരു കാലി ഉണ്ട്. ബലദുൽ ഖരീബ് ഏതില്ലാത്ത നാടാ? കാലില്ലാത്ത നാടാ. അങ്ങനെ വന്നാലോ, അല്ലെങ്കിൽ ഖരീബായ നാട്ടിൽ കാലിയുണ്ട്, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ത്വരീഖ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ത്വരീഖ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി, അത് അദ്ദേഹം സ്വീകരിച്ചില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്തത് കൊണ്ട് സ്വീകരിക്കാതിരുന്നതാണെങ്കിൽ അതിൽ ആക്ഷേപാർഹനല്ല. ബോധ്യപ്പെട്ടിട്ടും സ്വീകരിക്കാതിരുന്നതാണെങ്കിൽ ഫീമാ ബൈനഹു ബൈനല്ലാഹി അദ്ദേഹം ആക്ഷേപാർഹനാണ്. പക്ഷെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ബോധ്യം വന്നോളന്നില്ല. പറഞ്ഞ മനസ്സിലായി. അപ്പം എൻ്റെ മുന്നിൽ 3 സാധ്യത വെച്ചു. ഒന്നാം നാട്ടിൽ റുയ്യത്തുണ്ടായി, മാസം ഹുക്മ് ചെയ്തു. രണ്ടാം നാട്ടിൽ ബലദുൽ ഖരീബിൽ കാലി ഇല്ല, അല്ലെങ്കിൽ ഉണ്ട് പക്ഷെ ശറഈയായ ത്വരീഖിലൂടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോധ്യം വന്നില്ല, അല്ലെങ്കിൽ ശറഈയായ ത്വരീഖൊക്കെ ഉണ്ടായി പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. ഇതെല്ലാം കൂടി ഒറ്റ സാധ്യത രൂപമായിട്ട് ഞാൻ പറയാം. ഈ രൂപങ്ങളിലൊന്നും, ഇപ്പോൾ പറഞ്ഞ 3 രൂപങ്ങളിലും വഇദാ റുഇയ ബി ബലദിൻ ലസിമ ഹുക്കുമുഹു അൽ ബലദൽ ഖരീബ എന്ന ഇബാറയുടെ അടിസ്ഥാനത്തിൽ ഒന്നാം നാട്ടിലെ റുയ്യത്ത് കൊണ്ട് രണ്ടാം നാട്ടിലെ ഖരീബിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും നോമ്പ് പെരുന്നാൾ നിർബന്ധമായിരിക്കുന്നു എന്ന നിയമം പറഞ്ഞുകൂടാ. അതേസമയം ആ നാട്ടിൽ ഈ ഒന്നാം നാട്ടിലെ റുയ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നാം നാട്ടിലെ കാലി ഹുക്കുമ് ചെയ്തതോ ആയ വിവരം ലഭ്യമായ ആളുകൾക്ക് അത് തസ്ദീഖുണ്ടെങ്കിൽ അവർ ആ തസ്ദീഖനുസരിച്ച് പ്രവർത്തിക്കൽ അവർക്ക് നിർബന്ധമാണ്. തസ്ദീഖില്ലാത്തവർക്ക് ആ നിയമൊട്ട് ബാധകവുമല്ല. ആദ്യം പറഞ്ഞ ഞാൻ രൂപങ്ങൾ 2 കാലിയും ഒന്നാണ്, പിന്നെ രണ്ടിടത്ത് 2 കാലിയാണ്. പക്ഷെ ശറഈയായ ത്വരീഖിലൂടെ ബലദുൽ ഖരീബിലെ കാലിക്ക് ബോധ്യപ്പെടുകയും ഹുക്മ് ചെയ്യുകയും ചെയ്തു. ഇവിടൊക്കെ രണ്ടാം നാട്ടിലെ ഉമൂമൻ എല്ലാവർക്കും ആ വിധി ബാധകമായി. ഇപ്പോൾ ഞാൻ പറഞ്ഞ രൂപങ്ങളിൽ ആ രണ്ടാം നാട്ടിൽ ഇതനുസരിച്ച് നോമ്പും പെരുന്നാളും നിർബന്ധമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ആ നാട്ടിലെ റുയ്യത്ത് കൊണ്ടോ ആ ഹുക്മ് കൊണ്ടോ ഇഖ്ബാർ കിട്ടിയവർ തസ്ദീഖുള്ളവർക്ക് ബാധകമാണ്, അല്ലാത്തവർക്ക് ബാധകമല്ല. അപ്പോൾ മനസ്സിലായ എല്ലാ രൂപങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശറഈയായ ത്വരീഖൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ബഈദായ നാട്ടിലേക്ക്, ഉദാഹരണം പറയും, ഒരേ കാലിയാണെന്ന് തന്നെ വെക്കുക. കാസർഗോഡും തിരുവനന്തപുരത്തും ഒരേ കാലിയാണെന്ന് സങ്കല്പിക്കുക. രണ്ടും ബഈദാണ് എന്ന വെപ്പനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. രണ്ടും ഒരേ കാലിയാണ്. എന്നാൽ പോലും കാസർഗോഡിലെ റുയ്യത്തനുസരിച്ച് ആ കാലി ഹുക്മ ചെയ്തുകൊണ്ട് അങ്ങോട്ട് ബാധകമില്ല. ഒരു കാലിയായിട്ട് കാര്യമില്ല, കാരണം അത് ബഈദാണ്. ഞാൻ നേരത്തെ ഒരേ കാലിയാവുമ്പോൾ ഫൽ അംറു ലാഹിറു എന്ന് പറഞ്ഞല്ലോ, അത് എവിടുക്ക?
ഖരീബിലേക്കാണ്. ബഈദിൽ ഒരേ ഖാദിയാണെങ്കിൽ പോലും അതല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ മാർഗങ്ങളിലൂടെ ഇവിടുത്തെ റുയ്യത്ത് അവിടുത്തെ ഖാദിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ടാൽ പോലും ഈ റുയ്യത്ത് ആ ഖാദിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അതെന്താ? ബഈദാണ്. ഇപ്പം ഞാൻ കുറച്ചുകൂടി രൂപങ്ങൾ തസ്ദീഖിൻ്റെ രൂപം കൂടി കൂട്ടിക്കൊടുത്തല്ലോ. ഇനി ഞാൻ ഇബാറ വായിക്കാം. ഒമിനൽ ലാക്കിൻ മിനൽ വാലിഹി അന്നഹു ഇദാ ലം യസ്ബുത് ബിൽ ബലദില്ലദി ഉശിഅത് റുയ്യതുഹു ഫീഹാ ലാ യസ്ബുത് ഫിൽ ഖരീബത്തി മിൻഹു. എന്താ പറഞ്ഞത്? റുയ്യത്തിൻ്റെ നാട്ടിൽ തന്നെ സുബൂത്ത് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് എന്നല്ലാതെ അവിടെ സ്ഥിരപ്പെട്ടിട്ടൊന്നും എന്നാൽ ഒന്നാം നാട്ടിൽ തന്നെ ഖാദിയുടെ ഹുക്മ നടന്നിട്ടില്ല. എന്നാ പിന്നെ ലാ യസ്ബുത്ത് ഫിൽ ഖരീബത്തി മിൻഹു ഇല്ലാ ബിന്നിസ്ബത്തി ലിമൻ സ്വദ്ദഖൽ മുഖ്ബിറ. ആ ഒന്നാം നാട്ടിൽ തന്നെ ഹുക്മുണ്ടായിട്ടില്ല. പക്ഷെ അവിടുത്തെ ഒരു ഇഖ്ബാർ മറ്റോടത്തേക്ക് എത്തിക്കണം. എന്നാ തസ്ദീഖുള്ളവർക്ക് നിർബന്ധമാവുള്ളൂ, അല്ലാത്തവർക്ക് നിർബന്ധമാവില്ല. വന്നഹു ഇൻ സബത്ത ഫിഹ ഒന്നാം നാട്ടിലെ ഖാദിയുടെ ഹുക്കം ഉണ്ടായിട്ടുണ്ട്, സുബൂത്തായിട്ടുണ്ട്. സബത്ത ഫിൽ ഖരീബത്തി എന്നാൽ വലതുൽ ഖരീബത്തുക്കും ബാധകാണ്. ലാക്കിൻ ലാ ബുദ്ദ മിൻ ത്വരീഖിൻ യഅലമു ബിഹാ അഹ്ലുൽ ഖരീബത്തി ദാലിക. അവിടെ ഒരു ത്വരീഖ് ആവശ്യമുണ്ട്, ഒരു പാലം ആവശ്യമുണ്ട്. ഫഇൻകാന സബത്ത ബിനഹ്വി ഹുക്മിൻ ഒന്നാമത്തെ അടുത്തൊരു ഹുക്മു കൊണ്ടാണ് സ്ഥിരപ്പെട്ടത്. ഫലാ ബുദ്ദ മിൻ ഇസ്നൈനി യഷ്ഹദാനി ഇന്ദ ഹാക്കിമിൽ ഖരീബത്തി ബിൽ ഹുക്മി. അതാണ് ഷഹാദത്തുൻ ബിൽ ഹുക്മ്, ഷഹാദത്തുൻ അലൽ ഹുക്മ്. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടാളിനെ നേരിട്ട് അവിടെ പോയി സാക്ഷിക്കുന്ന സംഗതിയൊന്നും ഈ ബാറയിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഷഹാദത്തുൻ അലൽ ഹുക്മാ പറഞ്ഞത്. വലാ യക്ഫി വാഹിദുൻ വഇൻ കാനൽ മഹ്കൂമു ബിഹി യക്ഫി ഫീഹിൽ വാഹിദു ലിഅന്നൽ മഖ്സൂദ ഇസ്ബാതുഹു അൽ ഹുക്മു ബിസ്സൗമി ലസൗ ഔ ബിനഹ്വി ഇസ്തിഫാലത്തിൻ ഫലാ ബുദ്ദ മിൻ ഇസ്നൈനി അയ്ളൻ ലിദാലിക. ആ ത്വരീഖ് വേണം. ത്വരീഖിൽ പോയി ഖാദിമാർ നേരിട്ട് വിവരം കൈമാറുന്നൊന്നും ഈ ബാറയിൽ പറഞ്ഞിട്ടില്ല. മറ്റൊരു ബാറ വായിക്കും. ഇനി ഫഇല്ലം യകുൻ ബിൽ ബലദി രണ്ടാമത്തെ നാട്ടിലില്ലെങ്കിൽ മൻ യസ്മഉ ഷഹാദ ഷാഹിദിനെ കേൾക്കുന്ന ആളില്ലെങ്കിൽ, കേൾക്കുന്ന ആളില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഖാദി ഇല്ലെങ്കിൽ. കാരണം യസ്മഉ ഷഹാദ എന്നാൽ ഖാദിയുടെ പണിയാണ്, പീടിയിൽ നിന്ന് ആരെങ്കിലും ചെയ്യേണ്ട പണിയല്ല. ഖാദി ഇല്ലെങ്കിൽ അവിംതനലെ ഖാദി ഉണ്ട്, പക്ഷേ മൂപ്പര് സാക്ഷിയെ കേൾക്കാൻ തന്നെ തയ്യാറായില്ല, അല്ലെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറായില്ല. ലം യസ്ബുത്ത് ഇൻദഹും രണ്ടാം നാട്ടുകാർക്ക് വിധി സ്ഥിരപ്പെടൂല. ഇല്ലാ ബിന്നിസ്ബത്തി ലിമൻ സ്വദ്ദഖൽ മുഖ്ബിറ ബിഅന്ന അഹ്ല തിൽക്കൽ ബലദി സബത്ത ഇൻദഹും ദാലിക. ഫഉലിമ അന്നഹു ലൗ ഉജിദത് ശുറൂത്തു ഷഹാദത്തി അല ഷഹാദ. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു മാർഗം ഷഹാദത്തുൻ, പക്ഷെ അതിൻ്റെ ഷർത്തുകളെല്ലാം കൂടി ഇവിടെ വിശദീകരിക്കുന്നില്ല. അത് ഷഹാദയുടെ ബാബിലാണുള്ളത്. പക്ഷേ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത് ഫഉലിമ അന്നഹു ലൗ ഉജിദത് ശുറൂത്തു ഷഹാദത്തി അല ഷഹാദത്തി ഫശഹിദ ഇസ്നാനി അല ഷഹാദത്തി റായി കഫ. ഇപ്പം ഇതിലെന്ത് വന്നു? ഷഹാദത്തുൻ അലൽ ഹുക്കുമും ഇതിൽ തന്നെ വന്നിട്ടുണ്ട്, ഷഹാദത്തുൻ അല ഷഹാദയും വന്നു. തുഴഫ 3 380 വൈദാ റുയ്യ ബി ബലദിൻ എന്നതിൻ്റെ തൊട്ടടുത്ത് വ്യാഖ്യാനം. ഷഹാദത്തുൻ അല ഷഹാദയുടെ ഷർത്തുകളൊന്നും ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല സമയം ലാഭിക്കാൻ വേണ്ടി. ഇപ്പം ചുരുക്കത്തിൽ ഞാൻ ഹാസിൽ ഞാൻ പറയുന്നില്ല. ഇനി അവിടെ ഒരു വിഷയം കൂടി ഞാൻ പറഞ്ഞില്ല, ഖാദിമാർ നേരിട്ട് വിഷയം കൈമാറുന്ന അതുമായി ബന്ധപ്പെട്ട ഇബാറ വലോ ഹലറ ഇല്ല, അത് കിതാബിൻ്റെ ഇബാറ അല്ല. കിതാബിൻ്റെ ഇബാറ വായിക്കും. മറ്റേപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതാ ഞാൻ എന്താ പറഞ്ഞത്? റുയ്യത്തിൻ്റെ നാട്ടിൽ ആ ഖാദിയുടെ അടുത്തേക്ക് ഖരീബിലെ ഖാദി ഇങ്ങോട്ട് വന്ന് വിവരം കൈമാറിയാൽ അത് ഹുക്കുമിന് അംഗീകരിക്കാവുന്ന പ്രമാണമാണ്. തിരിച്ച് ഈ ഖാദി അങ്ങോട്ട് പോയി കൈമാറി ചെയ്യുന്നതിന് പ്രശ്നമുണ്ട്. കാരണം ആദ്യം ഈ ഖാദി അങ്ങോട്ട് പോയാൽ അദ്ദേഹത്തിന് ഇപ്പം ആരല്ല, ഖാദി എന്നുള്ള വിലാസമല്ല. അത് മനസ്സിലാക്കാവുന്നൊരു ഇബാറത്ത് വലോ ഹളറ ഖാദി ബലദിൽ വായിബി. ഇത് ഖലാഉൻ അലൽ വായിബിൻ്റെ ബാബ് ഫസിലാണ് ചർച്ച ചെയ്യുന്നത്, നോമ്പുമായി ബന്ധപ്പെട്ട ബാബിലല്ല. അതുകൊണ്ട് ഇബാറയിൽ ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ. വായിബ് എന്നതാണ്. വലോ ഹളറ ഖാദി ബലദിൽ വായിബി ബി ബലദിൽ ഹാക്കിമി ഫശാഫഹു ബിഹുക്മിഹി ഫഫി ഇംളാഇഹി ഇദാ ആദ ഇലാ മഹല്ലി വിലായത്തിഹി ഖിലാഫുൽ ഖളാഇ ബിഇൽമിഹി വൽ അസഹു ജവാസുഹു ലിഅന്നഹു ഖാദിറുൻ അലൽ ഇൻഷാ. എന്താണെന്ന് പറയുന്നത്, മാസപ്പരവല്ല വേറൊരു കേസിൽ വാദിയും പ്രതിയും വരുമ്പോൾ പ്രതി വായിബാവുകയും, പ്രതി വായിബാണ്, വാദി ഇവിടുത്തെ ഖാദിയുടെ അടുക്കൽ വാദി വന്നു വിഷയം ബോധ്യപ്പെടുത്തി
കാലി ഹക്കം ഹുക്കും നടത്തി. പക്ഷെ പ്രതി ഉള്ളത് UAE-ലാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താണ്. അവിടെ ഫത്തോൽമയിൽ പറയാമല്ലോ, ഈ ഹുക്കുമിനെ ഇനി അങ്ങോട്ട് ഇൻഹാവ് ചെയ്യണം അവിടുത്തെ കാലിയുടെ അടുത്തേക്ക്. എന്നിട്ട് അവിടെ വിധി നടപ്പിൽ വരുത്തേണ്ടത് ആരാണ്? ആ വിഷയം പറയുന്നിടത്ത് പറയാണ്, ആ ഇൻഹാവിന് പെടുന്ന സാക്ഷികളെ പറഞ്ഞേക്കലൊക്കെയാണ്. ആ ഇൻഹാവിന് പകരം ആ കാല് നേരിട്ട് വായിബായ പ്രതിയുള്ള സ്ഥലത്തെ കാല് നേരിട്ട് ഇവിടുത്തെ കാലിയുടെ അടുക്കൽ ഹാജരായി. എന്നിട്ട് ഇവിടുത്തെ കാലി പറഞ്ഞു, നിങ്ങളുടെ മഹല്ലിൽ വിലായത്തിനുള്ള ഫുലാനുമില് ഫുലാൻ്റെ മേലിൽ ഞാൻ ഇങ്ങനെ ഒരു ഹുക്കുമ നടത്തിയിട്ടുണ്ട്. ആ വിവരം കിട്ടിയാൽ ഈ കാലി ആ വായിബായ മുദ്ദാരയുള്ള നാട്ടിലേക്ക് പോയിട്ട് അത് നടപ്പിലാക്കാൻ പറ്റുമോ പറ്റില്ല എന്നതിൽ വജിഹാനുണ്ട്, മുഴത്തം അത് പറ്റുമെന്നാണ്. കാരണം ഇവിടെ ഇഖ്ബാർ ചെയ്യുമ്പോൾ ഈ കാലിക്ക് ഇൻസാഉൽ ഹുക്കുമിന് അധികാരമുണ്ട്. ഇതാണ് ഇപ്പോൾ ഇബാർത്ത് ഞാൻ ഒന്നും കൂടി വായിക്കുകയാണെങ്കിൽ, വലൗ ഹളറ ഖാദി ബലദിൽ വാഇബി ബി ബലദിൽ ഹാക്കിമി. ഹുക്കുമ് നടത്തിയ ഖാദിയുടെ സമീപത്തേക്ക് മറ്റേ നാട്ടിലെ ഖാദി ഇങ്ങോട്ട് വരുന്നു. ഫശാഫഹു ബി ഹുക്മിഹി, മുസാഫഹത്തിന് ഹുക്കുമ് കൈമാറുന്നു. ഫഫി ഇംദാഇഹി ഇദാ ആദ ഇലാ മഹല്ലി വിലായത്തിഹി, രണ്ടാം ഖാദി അദ്ദേഹത്തിൻ്റെ മഹല്ലിൽ വിലായത്തേക്ക് തിരിച്ചു പോയതിൻ്റെ ശേഷം നടപ്പിലാക്കാൻ പറ്റുമോ? അതിൽ ഖിലാഫുൽ ഖളാഇ ബി ഇൽമിഹി, ഖാദിയുടെ ഇൽമു കൊണ്ട് ഖാദിക്ക് ഹുക്മ ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിഷയത്തിലുള്ള ഖിലാഫുണ്ട്. വൽ അസഹു ജവാദുഹു, തുഹഫ 10ാം വാള്യം 176 പേജ്. അവിടെ തന്നെ കാണാം, ഇല്ല അതിലല്ല മറ്റൊരു കിതാബ്. അപ്പോൾ തുഹഫ 10/176 ഈ വിഷയമുള്ളത്. അപ്പം ഇപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? രണ്ടാം നാട്ടിലെ ഖാദി ഒന്നാം നാട്ടിലെ ഖാദിയുടെ മഹല്ലിൽ വിലായത്തിൽ വെച്ച് വിവരം കൈമാറുന്നതിൽ സ്വീകാര്യതയുണ്ട്. ഇനി ഞാൻ വായിക്കുന്ന അസ്നൽ മത്താലിബിൻ്റെ ഇബാറത്താണ്. അസ്നൽ മത്താലിബ് 4/321. ഫഇൻ ഷാഫഹ ഖാലിൻ ഖാലിയൻ ബിൽ ഹുക്മി, ഫഇൻ ഷാഫഹ ഖാലിൻ ഖാലിയൻ ബിൽ ഹുക്മി, ഒരു ഖാദി തൻ്റെ ഹുക്മ മറ്റൊരു ഖാദിയോട് നേരിട്ട് പറഞ്ഞു. പക്ഷേ വൽ മുൻഹീലഹു, ഈ വിവരം കൈമാറുന്ന ഖാദി ഫി വൈരി മഹല്ലി വിലായത്തിഹി, അദ്ദേഹത്തിൻ്റെ മഹല്ലിൽ വിലായത്തിലല്ല. അപ്പം എന്താ അർത്ഥം? ആദ്യത്തെ ഹുക്കുമ നടത്തിയ ഖാദി തൻ്റെ മഹല്ലുൽ വിലായത്തിലല്ലാത്തയിടത്ത് വെച്ചിട്ട് മറ്റാളോട് വിവരം കൈമാറി. ഞാൻ അതിനാണ് ഉദാഹരണം പറഞ്ഞത്. മലപ്പുറത്തെ ഖാദി എവിടേക്ക് പോയി? പാലക്കാട്ടേക്ക് പോയിട്ട് പാലക്കാടത്തെ ഖാദിയോട് വിലാതി ലം യഹ്കും അസാനി, അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഖാദിക്ക് ഹുക്കുമ ചെയ്യാൻ പറ്റില്ല. ഇൻകാന രണ്ടാം ഖാദി ഫി മഹല്ലി വിലായത്തിലാണെങ്കിലും പാലക്കാടത്തെ ഖാദി മഹല്ലിൽ വിലായത്തിൽ തന്നെ. എന്താ കാരണം? ലിഅന്ന ഇഖ്ബാറഹു, ഖാദിയുടെ ഇഖ്ബാറി ഫി വൈരി മഹല്ലി വിലായത്തിഹി, ഖാദിയുടെ മഹല്ലിൽ വിലായത്തിലല്ലാത്തോടത്ത് നടത്തുന്ന ഇഖ്ബാറ് കഇഖ്ബാരിഹി ബഅദ അജ്ലിഹി, ഖാദി എന്ന സ്ഥാനം ഇല്ലാത്തപ്പോൾ നടത്തുന്ന ഇഖ്ബാർ പോലെയാണ്. അസ്നൽ മത്താലിബ് 4/321. അപ്പം ഖാദിമാർ നേരിട്ട് വിഷയം കൈമാറ്റം ചെയ്യുന്നിടത്ത് 2 രൂപമുണ്ട്. ഒരു രൂപം പ്രമാണമായി സ്വീകരിക്കും, മറ്റേ രൂപം സ്വീകാര്യമല്ല. വിഷയം മനസ്സിലായല്ലോ? അപ്പം ഇനി ഈ 2 ഖാദിമാരും രണ്ടാളുടെയും മഹല്ലിൽ വിലായത്തിലല്ലാത്തോടത്ത് വെച്ച് വിഷയം കൈമാറിയാലോ? മലപ്പുറത്തെ ഖാദിയും പാലക്കാടത്തെ ഖാദിയും കൊണ്ട് കണ്ടുമുട്ടിയത് കോഴിക്കോട് ടൗണിൽ വെച്ചാണ്. അവിടെ രണ്ടാളും ഖാദിയല്ല, അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാലോ? ഒരു കാര്യമല്ല. കാരണം മുഖ്ബിർ മഹല്ലിൽ വിലായത്തിലാണോ എന്നതാണ് അതിൻ്റെ മർമ്മം എന്ന് മനസ്സിലാക്കാമല്ലോ. ഇനി ഒരു വിഷയം കൂടി പറഞ്ഞ് ഇതപ്പം തീരുത്. ഇനി ഖാദിക്ക് ഇൽമ കൊണ്ട് ഹുക്മ ചെയ്യാന്നൊരു വിഷയമുണ്ട്. ഖാദിക്ക് ഇൽമ കൊണ്ട് ഹുക്മ എന്ന് പറഞ്ഞാൽ കിതാബിൽ ഓതി പഠിച്ച ഇൽമ എന്നല്ല ഇപ്പം അവിടെ. പിന്നെ ആ വിഷയത്തിൻ്റെ നിജസ്ഥിതി ഖാദിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഉദാഹരണം ഖാദി നേരിട്ടാണ് മാസം കണ്ടു, ഖാദിനെ നേരിട്ട് മാസം കണ്ടു, ഖാദി മാസം കണ്ടു. ഇനിയിപ്പോൾ ഖാദിനൊക്കെ ഒരു അശ്വതി വരുമോ? ചിലപ്പോൾ വേറെ ആരും കണ്ടിട്ടില്ല എന്ന് സങ്കല്പിക്ക്. വേറെ ആരും കണ്ടിട്ടില്ല, ഖാദി നേരിട്ട് കണ്ടു. ഖാദിക്ക് ഇപ്പോൾ മാസം ഇൽമില്ലേ? ഖാദിക്ക് എന്ത് ചെയ്യാം? ഹക്കം തന്നെ ഹുക്ക് നടത്താം. ഇത് പേയിൻ്റെ ഭാഗമാണ്, ഖാദിയുടെ ഇൽമിൻ്റെ ഭാഗം. പക്ഷേ ഈ ഖാദിക്ക് ഖാദിയുടെ ഇൽമു കൊണ്ട് ഹുക്മ ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെയും അത് ലറൂറത്തിൻ്റെ ഖാദിക്കുണ്ട്. പക്ഷെ ആ ഇൽമ എന്ന് പറഞ്ഞാൽ അത് ഖാദിക്ക് ഷഹാദത്തിന് അവലംബിക്കാവുന്ന രൂപത്തിലുള്ളൊരു ഇൽമാവണം. പറഞ്ഞ മനസ്സിലായില്ല? ഖാദി ഈ കിട്ടിയ വിവരം കൊണ്ട് മൂപ്പർക്ക് എന്താവാൻ പറ്റണം? മൂപ്പര് ഖാദി എന്നുള്ളതാണ് മാറ്റിയൊക്കെ തൽക്കാലം. എനിക്ക് ഈ കിട്ടിയ വിവരം കൊണ്ട് ആരാവാൻ പറ്റും? ഷാഹിദാവാൻ പറ്റും. എനിക്കൊരു വിവരം കിട്ടി, ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സാക്ഷിയാവാൻ പറ്റും ഒരു ഖാദിയുടെ അടുക്കൽ. അങ്ങനെ ഷഹാദത്തിന് അവലംബിക്കാവുന്നൊരു വിവരമാണെങ്കിൽ
അത് കാദിക്ക് ഇൽമുണ്ട് ഹുക്കം ചെയ്യാന്നുള്ള വകുപ്പിൽ പെടുള്ളൂ. ഒരാൾ മാസം കണ്ടു ഇന്നതോട് എനിക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഞാൻ കാണാതെ അവിടെ പോയി സാക്ഷിക്കാൻ പറ്റൂല. അപ്പം ഈ കാദിക്ക് ഇൽമുണ്ട് ഹുക്കം ചെയ്യാന്ന് പറഞ്ഞിടത്തും ആ ഇൽമിന് ചില പരിധികളുണ്ട്. ഞാൻ ഒറ്റടിക്ക് ചില ഈ ഭാഗത്ത് പെട്ടെന്ന് വായിച്ചു പോകുന്നു. ഫല്ലദ്ഹറു അന്നഹു വലൗ ഖാദിയ ദറൂറത്തിൻ അലൽ ഔജഹി യഖ്ലി ബിഇൽമിഹി ഇൻഷാഅ ഐ ബിളന്നിഹി അൽ മുഅക്കദി അല്ലദി യജൂദു ലഹു ഷഹാദത്തു മുസ്തനിദൻ ഇലൈഹി. കാലിക്ക് ഇൽമുണ്ട് ഹുക്കം ചെയ്യാന്നുള്ളവർക്ക് ആ ഒരു ലാബിത്ത് മനസ്സിലാക്കിയേക്കണം. ഇൽമിഹി നന്നായി ബിളന്നിഹി അൽ മുഅക്കദി അല്ലദി യജൂദു ലഹു ഷഹാദത്തു മുസ്തനിദൻ ഇലൈഹി. അതിൻ്റെ പേരിൽ തനിക്ക് ഷഹാദത്ത് നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഇൽമ വേണം. അങ്ങനെ വരുമ്പോൾ കേവലം എഴുത്തുകുത്തുകൾ സ്വീകാര്യമല്ല എന്ന് നമ്മുടെ കിതാബുകളിൽ പറയുന്നുണ്ട്. ഒരു കാലി മറ്റേ കാലിക്ക് എന്താക്കി, എഴുത്തയച്ചു, കത്തയച്ചു, അല്ലെങ്കിൽ കണ്ട സാക്ഷി ഒരു എഴുത്തുണ്ട് കൊടുത്തയച്ചു, അത് സ്വീകരിക്കാൻ പറ്റില്ല. വിഷയം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതിനൊക്കെ എഴുത്തുകുത്തുകൾ പറ്റുമെങ്കിലും വിഷയം ഓർത്തു വെക്കാനും ഓർമ്മയാവാനും അത് പറ്റുമെങ്കിലും ഫിഖ്ഹുൽ ഇസ്ലാമിയിൽ ഒരു ഹാക്കിമിന് ഹുക്മ് ചെയ്യാനോ ഒരു വിഷയത്തിൻ്റെ മുസ്ബിത്തോ നാഫിയോ ആയ പ്രമാണമായി ഏത് സ്വീകാര്യമല്ല, എഴുത്ത് സ്വീകാര്യമല്ല. കൃത്യമായി ഇബാറകൾ കാണുമല്ലോ. തുഹഫ തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, മറ്റൊരു വിഷയം പറഞ്ഞിട്ട് ഖളാവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ, ലിയക്തുബിൽ ഇമാമു ലിമൻ യുവല്ലീഹി, ഇമാമുൽ ആളം കാലിക്ക് എഴുത്ത് കൊടുക്കട്ടെ, പക്ഷേ എഴുത്ത് മാത്രം പോരാ, യുഷ്ഹിദ് ബിൽ കിതാബി ഷാഹിദൈനി, കൂടെ 2 ഷാഹിദൈനി വേണം. ലാ യക്ഫി മുജറദു കിതാബിൻ, കേവലം ഈ എഴുത്ത് പോരാ, കത്ത് പോരാ. ലി ഇംകാനി തദ്വീരിഹി, അതിൽ വ്യാജം ആവാൻ സാധ്യതയുണ്ട്. കാലിയുടെ എഴുത്തോ ഇമാമിൻ്റെ എഴുത്തോ പലരുടെയും എഴുത്ത് അനുകരിച്ചുകൊണ്ട് പലർക്കും ചെയ്യാനും അത് വ്യാജമാവാനും സാധ്യതയുണ്ട്. വൈനഹ്തഫത്തിൽ ഖറായിനു ബിസിദ്ഖിഹി, ഇത് ഒറിജിനൽ തന്നെയാണ് എന്നതിന് കരീനത്തുകളൊക്കെ ഉണ്ടായാലും അത് പറ്റൂല എന്നതിനർത്ഥം അതിനൊരു പരിഗണനയും ഇല്ല എന്നല്ല, പിന്നെ അതൊരു ഹുജ്ജത്തല്ല. തുഹഫ 10:130 നിന്നാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. അവിടെ ഷെർവാനിയുടെ വിശദീകരണം കാണാം. വഹാദാ മഅഖദു ശാഫിഇയ്യത്തി ഫി അന്നൽ ഹുജജ ലാ യസ്ബുതു ബിഹാ ഹുക്മുൻ വഇന്നമാ ഹിയ ലിത്തദക്കുരി ഫഖത്ത് ഫലാ തുസ്ബിതു ഹഖൻ വലാ തംനഉഹു. ഒരു ഹക്കിൻ്റെ മുസ്ബിത്തോ നാഫിയോ ആയിട്ട് കിതാബത്ത് സ്വീകാര്യം അല്ല. കാരണം ലിംകാനി തദ്വീരിഹി, ഈ കിതാബത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ ഫോൺ കോളുകളൊക്കെ. കാരണം നിങ്ങൾ ഇന്നത് പറഞ്ഞു എന്ന് ഞാൻ സാക്ഷിയാവാൻ പറ്റണമെങ്കിൽ, മാസപ്പരവ് അവിടെ നിൽക്കട്ടെ, ഇന്ന ആൾ ഇന്നോട് ഇന്നത് പറഞ്ഞു എന്ന് ഞാൻ മറ്റൊരിടത്ത് ഷാഹിദാവാൻ പറ്റണമെങ്കിൽ നിങ്ങളത് പറയുമ്പോൾ ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് പറയണം. നിങ്ങളത് പറയുകയുന്നത് ഞാൻ കേൾക്കുകയും അപ്പോൾ നിങ്ങളെ ഞാൻ നല്ല അക്വാലുകളുടെ ഷഹാദത്തിന്, ചുരുക്കി പറയണേ, അക്വാലുകളുടെ, മനസ്സിലാകുന്നില്ലേ? പറയാൻ ഇന്ന ഈ സഖാഫി അല്ലെങ്കിൽ ഈ ആൾ ഇന്നത് പറഞ്ഞു എന്ന് ഞാനൊരു കാലിയുടെ അടുക്കൽ പോയി സാക്ഷി നിൽക്കണമെങ്കിൽ നിങ്ങളത് പറയുമ്പോൾ നിങ്ങളെ ഞാൻ കേൾക്കുകയും കാണുകയും വേണം. അക്വാലുകളുടെ ഷഹാദത്തിന് കായിലിൻ്റെ സമാഉം റുയ്യത്തും ഷർത്താണ്, എന്നാലേ പറയാൻ പറ്റൂ. റുയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് റുയ്യത്ത് തന്നെയാവണം. നിങ്ങൾ വേറെ എന്ത് ചോദിച്ചാലും ഞാൻ പറയാം അതൊക്കെ സൂറത്തിൻ്റെ റുയ്യത്താണ്. വീഡിയോ കോൺഫറൻസിലൂടെ കണ്ടാൽ പോരെ, വീഡിയോ കോളിലൂടെ കണ്ടാൽ പോരാ, ഒന്നും ചോദിച്ചെൻ്റെ നേരം കളയണ്ട. അതിലൊക്കെ ആ കാണുന്നത് ഹക്കീക്കത്തൻ റുയ്യത്തല്ല, സൂറത്താണ് ആ കാണുന്നത് എന്ന് മിതബുദ്ധിയുള്ളവർക്ക് തന്നെ മനസ്സിലാകുന്നതാണ്. ആ റുയ്യത്ത് സൂറത്തിൻ്റെ റുയ്യത്തിനെ റുയ്യത്തായി പരിഗണിക്കൂല എന്ന് ഫിഖിൻ്റെ കിതാബുകളിൽ വ്യക്തമാണ്. ഉദാഹരണത്തിന് ഫിഖിൻ്റെ കിതാബുകളിൽ ഒരു മസല കാണാം. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഇൻ റഅയ്തി ഫുലാനൻ ഫഅൻതി തോലിക്കുൻ. ഇവർക്ക് എന്തോ സംശയം തോന്നിയിട്ടാ, ഇനിയെങ്ങാനും അവനെ നീ കണ്ടാൽ നീ തോലിക്കാണ് എന്നൊരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു. ഫുലാനെ എവിടേക്കുള്ള മീർ അടക്കിക്കളി. അപ്പം നമ്മൾ പറയണ്ട, ഇൻ റഅയ്തി ഫുലാനൻ ഫഅൻതി എന്ന് പറഞ്ഞാൽ ഫുലാനിൻ്റെ സൂറത്ത് കണ്ടതുകൊണ്ട് തൊലാക്ക് നടക്കൂല. കാരണം അത് റുയ്യത്തായിട്ട് ഫിഖ് പരിഗണിക്കൂല എന്ന് തുഹഫ നിഹായ അടക്കമുള്ള കിതാബുകളിൽ ഉണ്ട്. അപ്പം നമ്മളെ ഭാഷ റുയ്യത്ത് എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ സാധാരണ ഇത്തരം വിഷയങ്ങൾ ചില ചോദിക്കുമ്പോൾ പറയലുണ്ട്, ഇസ്ലാമിൽ അദാലത്തുള്ള ഒരു മുഅ്മിനിൻ്റെ വാക്കിനാണ് വില. അവിടെ പിന്നെ അതും കളവായിക്കൂടെ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് അർത്ഥമല്ല, അത് ശറഅ് പരിഗണിച്ചിട്ടുണ്ട്. കാരണം ഈ അദാലത്തുള്ളൊരു മുഅ്മിനിൻ്റെ വാക്കാണ്. നിങ്ങൾ ഈ എഴുത്തുകുത്തുകളും മറ്റൊക്കെ മാറിപ്പോകാനും വ്യാജമാവാനും സാധ്യതയുണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴും
ഒരു വിഷയൻ്റെ ഏത് നിയമവും ദുരുപയോഗം ചെയ്യപ്പെടാൻ ദുനിയാവിൽ വകുപ്പുണ്ട്. അത് നിയമത്തിൻ്റെ പ്രശ്നമല്ല, ദുനിയാവിൻ്റെ പ്രശ്നമാണ്. പറഞ്ഞ മനസ്സിലായെന്ന് അറിയില്ല. നിയമം അനുസരിക്കാനും ലംഘിക്കാനും പറ്റുന്ന രൂപത്തിലാണ് ദുനിയാവിനെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ദുനിയാവ് നമ്മുടെ ഭാഷയിൽ ദാറു തക്ലീഫാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഏത് നിയമവും ഇവിടെ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം. അപ്പം അതിലുകൾ ഇനി കളവ് പറഞ്ഞുകൂടെ എന്നുള്ള സാധ്യതയൊന്നും ചോദിച്ച് സമയം കളയണ്ട. ഇത് ചിലപ്പോൾ അദാലത്തുള്ള ആളും ചിലപ്പോൾ കളവ് പറയാം, ചിലപ്പോൾ അതിലും ജീവിതത്തിൽ ഒരു കളവ് പറയാം, ചിലപ്പോൾ ആ കളവായിരിക്കും ഇത്. പറഞ്ഞ് മനസ്സിലായെന്നറിയില്ല. അത് നമ്മൾ നോക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഈമാനും അദാലത്തുമുള്ള വ്യക്തിയെ ശറഅ് ഇവിടെ ഹുജ്ജത്തായി പരിഗണിച്ചിരിക്കുന്നു. കേവലം നിങ്ങളുടെ മറ്റ് ആലാത്തുകളേക്കാൾ ഇസ്ലാമിന് വിശ്വാസവും പരിഗണനയും അല്ലെങ്കിൽ അമലിൻ്റെ മർമ്മമായി നിങ്ങൾ അവലംബിക്കാൻ ഇസ്ലാം നിശ്ചയിച്ചെന്നത് ഈമാനുള്ള അദാലത്തുള്ള ആളുകളുടെ ഷഹാദത്താണ്. അതും വ്യാജമാവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അത് ദുനിയാവിൻ്റെ പ്രശ്നമാണ്. അത് നമ്മൾ പരിഗണിക്കുന്നില്ല. ഒരിക്കൽ പോലും വ്യാജമായി വേല ഒപ്പിക്കാൻ സാധ്യതയില്ലാത്ത പ്രമാണമുണ്ടെങ്കിലേ നോമ്പും പെരുന്നാളും നിർബന്ധമാകൂ എന്ന് ശറഅ് അത്രത്തോളം ഒരു കടുത്ത നിയമം നമ്മളെ മേലിൽ വെച്ചിട്ടില്ല. ഞാൻ കുറേ ചോദ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ പറഞ്ഞത്. ഇരിക്കട്ടെ. അപ്പോൾ ഫോൺ സംഭാഷണത്തിനും ഏതിൻ്റെ സ്ഥാനമേ ഉള്ളൂ. കാരണം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഫോൺ വിളിച്ചിട്ടൊരു വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയാൻ പറ്റൂല? നിങ്ങളെ പേരെന്താ? ഫളുലോ ഫൈസൽ വായയൂര്. നിങ്ങൾ എനിക്ക് ഫോൺ വിളിച്ചിട്ടൊരു വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു കാതിലൊരിക്കൽ പോയി അഷ്ഹദു അന്ന ഫൈസലൻ ഖാലലി കഥാ വക്കഥ എന്ന് പറയാൻ പറ്റൂല. കാരണം കൗലിൻ്റെ ഷഹാദത്തിന് ഫിഖിൽ വെച്ച നിബന്ധന അവിടെ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാവും, ഒന്നാമത്തെ സാക്ഷി ഫോൺ വിളിച്ച് കാലിക്ക് വിവരം കൊടുത്തതുകൊണ്ടും ഷഹാദത്ത് ഹുക്കുമാകൂല, കാലിക്ക് ഫോൺ വിവരം നൽകുന്നതുകൊണ്ടും ഏത് പറ്റൂല? ഷഹാദത്തിലൂടെ പറ്റൂല. അപ്പോൾ ശരിക്കൊരു ഹുക്കുമ് നടക്കേണ്ട കോല ഏതാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഫോണ് ഹുക്കുമിന് പറ്റൂല, അത് മനസ്സിലായില്ലേ? അതേസമയം തസ്ദീഖ് കൊണ്ട് അമൽ ചെയ്യാൻ എവിടെയോ കരീബായ നാട്ടിൽ മാസം കണ്ട ഒരു ആൾ എനിക്ക് വിളിച്ചു പറഞ്ഞു ഫോണിലൂടെ, എനിക്കതിലൂടെ തസ്ദീഖ് കിട്ടി. എനിക്ക് നോമ്പൊലിക്കൽ നിർബന്ധമാണ്. പക്ഷേ ഞാൻ ഒരു കാളിയാണെങ്കിൽ ഹുക്കുമിന് അത് പറ്റില്ല. ഇനി കാളി ഹുക്കുമ് നടത്തിയ വിവരം പത്രവാർത്തകളിലൂടെയോ റേഡിയോകളിലൂടെയോ വാട്സപ്പുകളിലൂടെയോ നമുക്ക് വിവരം ലഭിച്ചാലോ നമുക്കത് തസ്ദീഖ് ഉണ്ടെങ്കിൽ അമലിന് സ്വീകരിക്കാം. കാരണം നമ്മൾ എന്തിനല്ല സ്വീകരിക്കുന്നത്? ഹുക്കുമിനല്ല സ്വീകരിക്കുന്നത്. തസ്ദീഖിൻ്റെ അടിസ്ഥാനത്തിലുള്ള അമലിന് അതൊക്കെ സ്വീകാര്യമാണ്. അവിടെ ഏതുണ്ടാവണമെന്നേ ഉള്ളൂ. നമുക്കത് വിശ്വാസം വന്നോ ഇല്ല എന്നുള്ളതാണ് മാനദണ്ഡം. ഹാക്കിമ് നടത്തുന്നത് അമലല്ല, ഒരു ഹുക്കുമാണ്. ഹുക്കുമിന് അതിന് അംഗീകൃതമായ ഹുജ്ജത്ത് വേണമെന്നുമാണ് ഞാൻ പറഞ്ഞതിൻ്റെ മർമ്മം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ കൃത്യമായ ഒരു ഷഹാദത്തും ഖളാവും ഒക്കെ നടക്കണമെങ്കിൽ ഇത്തിരി പ്രയാസമുണ്ട് ഇല്ലേ? എന്താ? ആ മാസം കണ്ട കാളി എന്താവണം? അത് കണ്ട സാക്ഷി കാളിയുടെ അടുക്കൽ നേരിട്ട് ഹാജരാണോ? ഇപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല. ഇവ പണി തീർന്നാൽ അത്രയും പ്രയാസം ഉണ്ടാവില്ല, കുറച്ചും കൂടി എളുപ്പമാകും, കുറഞ്ഞ സമയം കൊണ്ട് എത്തും. പക്ഷെ എന്നാലും ഇനി മറ്റ് കാളിമാർക്ക് എന്ന് പറഞ്ഞാൽ എവിടെയുള്ള ഖരീബിൽ തന്നെയുള്ള മറ്റ് കാളിമാർക്കും ഏതിലൂടെ കിട്ടണം? നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ത്വരീഖിലൂടെ കിട്ടണം. അതിന് കുറച്ച് സമയമെടുക്കും. ഏത് പോരാ? ഫോൺ കൊടുക്കണം. അവിടെ കുറച്ച് സമയം എടുക്കേണ്ടി വരും. നിങ്ങൾക്കാണിത് ഇപ്പം തന്നെ വാർത്തയിലും കിട്ടേണ്ടി വരും. നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊണ്ട് ധൃതി ഉണ്ടാകും, ചാനലുകാർക്ക് ധൃതി ഉണ്ടാകും, വാർത്ത പുറത്ത് വരേണ്ടതുണ്ടാകും. അതൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ശരഈയായ പറഞ്ഞ ഈ ഷഹാദത്ത് ഹുക്മ് എന്നുള്ളത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട സംഗതിയാണ്. താരതമ്യേന മുൻകാലത്തെ പ്രശ്നമൊന്നുമില്ല. മുമ്പ് എങ്ങനെയൊക്കെ എത്തിപ്പെട്ടിട്ടാണ് ഷഹാദത്ത് നിർവഹിക്കൽ. എന്നിട്ട് കാതി ഉറപ്പിച്ച വിവരം തന്നെ നാടുകളിലേക്ക് കിട്ടണമെങ്കിൽ പ്രയാസമാണ്. ചില ദിവസങ്ങളിലൊക്കെ നോമ്പ് നോറ്റിട്ട് 10 മണിക്ക് നോമ്പ് കുറിച്ചിട്ട് പെരുന്നാൾ നടത്തിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ തന്നെയുണ്ട്. കാരണം കാതി ഉറപ്പിച്ച വിവരം അപ്പോഴത്തേനും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. മഹല്ലുകാർ തലേന്ന് രാത്രി കാണാൻ സാധ്യതയുള്ള രാത്രി കാളിയുടെ വീട്ടിലേക്ക് നേരിട്ട് പോകലാണ്. 1-2 ആൾ നേരിട്ട് പോയിട്ടുണ്ടാകും. ഏത് കിട്ടാൻ? വിവരം കിട്ടാൻ. അത് കാളിമാർക്ക് ഈ വിവരം കിട്ടണം. കാളിമാർക്ക് കിട്ടിയിട്ടല്ലേ ഓരോ ഉറക്കുമയുള്ളൂ. ഓൽക്കിത് കിട്ടണമെങ്കിൽ ഈ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ നോമ്പ് നോറ്റിട്ട് നോമ്പ് മുറിച്ച് പെരുന്നാൾ നടത്തലും, നോമ്പായ വിവരം അറിയാതെ ചായയൊക്കെ കഴിച്ചതിന് ശേഷം നോമ്പാണെന്ന് വിവരം കിട്ടിയിട്ട് ഇംസാക്ക് ചെയ്യലും പിന്നീട് ഖളാ വീട്ടലൊക്കെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിനൊന്നും വിഷയമല്ല. അമലിയാത്തിൽ അങ്ങനെയൊക്കെ ഇസ്ലാം അനുവാദം നൽകിയത് നിങ്ങൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അപ്പം ഇരിക്കട്ടെ. പക്ഷേ അങ്ങനെയൊക്കെ കാത്തിരുന്ന് ഷാഹിദ് നേരിട്ട് കാളിയുടെ അടുക്കൽ വരുന്നു. എന്നിട്ട്
ഈ വിവരം കരീബായ മറ്റു നാട്ടിലെ കാദിമാരിലേക്കൊക്കെ നേരത്തെ പറഞ്ഞ ശറയ്യ ഹുക്കുമിലൂടെ തന്നെ എത്തിക്കുന്നു, എന്നിട്ട് ഹുക്കും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ കൃത്യമായ ഷഹാദ ഹുക്കുമിൻ്റെ രൂപം. അത് പലപ്പോഴും ഇന്ന് നടക്കൽ അത്ര മുൻകാലത്തേക്കാൾ എളുപ്പമാണെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ അതൊരു പ്രയാസമായിട്ടാണ് നമ്മൾ കാണുക. അത് മനസ്സിലായി. കാരണം നമുക്ക് വിവരം കിട്ടാൻ വേറെ മാർഗ്ഗം എളുപ്പമുണ്ടായത് കൊണ്ട് മുമ്പത്തേക്കാൾ ഇപ്പം ഇന്ന് സൗകര്യം ഉണ്ടെന്നല്ലോ, അതിനൊക്കെ ഇപ്പോൾ കുറേ സാധനം. അപ്പം ഇന്ന് ഞാൻ പൊതുവേ പറയാറുണ്ട്, ചിലതൊന്നും ഷഹാദത്തി ഹുക്കുമി എന്ന നിലയ്ക്കല്ല കാര്യങ്ങൾ നടക്കുന്നത്. പരമാവധി ഞാനതിൽ ഫിഖ് വെച്ചുകൊണ്ട് പരമാവധി കൂടുതൽ സമയമെടുത്ത് ബുദ്ധിമുട്ട് വരാതെ, എന്നാൽ അസിൽ ശരിക്കും ഉറപ്പിക്കുകയുള്ള ഒരു രൂപം ഒരു സ്ഥലത്ത് മാസം കണ്ട ഒരാളുണ്ട് നിൽക്കുക. ഈ കണ്ട ആൾ എന്ത് ചെയ്യുക, ആ സ്ഥലത്തൊരു കാളി ഉണ്ടാവുമല്ലോ, ഉണ്ടെങ്കിൽ അവിടെ കാളില്ലെങ്കിൽ ഏറ്റവും അടുത്ത് കാളിയുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് ലഭ്യമായ ഏറ്റവും അടുത്തുള്ള കാളിയുടെ അടുക്കൽ അദ്ദേഹം നേരിട്ട് ഹാജരാകുക. എന്നിട്ട് അഷ്ഹദു ഒക്കെ കൃത്യമായിട്ട് പറയാം. വരുന്ന ആൾക്കത് അറിയില്ലെങ്കിൽ കാളി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഷഹാദത്ത് നിർവഹിക്കേണ്ടത് ഇങ്ങനെയാണ്. അദാലത്തുള്ള ആളുകളെല്ലാവരും ആലിമൈക്കോളന്നില്ല. എന്നിട്ട് അഷ്ഹദു ഒക്കെ റെഡിയായി കൃത്യമായി നിർവഹിക്കുക. ആ കാളി ഹക്കം തുബി കഥാവൊക്കെ കൃത്യമായിട്ട് പറയാം. അപ്പം അവിടെ ഏത് നടന്നു? ഷഹാദത്തും നടന്നു, ഹുക്കുമും നടന്നു, ഫത്തുമയും തൊഴഫ നിഹായ പറഞ്ഞ മുഴത്തമതനുസരിച്ച് തന്നെ നടന്നു. ഇതിനിപ്പോൾ വലിയൊരു പ്രയാസമൊന്നും ഇല്ല. കാരണം ഈ ഷാഹിദായ ആൾ ഒരുപാട് ഓടേണ്ടി വരില്ല. അദ്ദേഹത്തിന് തൊട്ടടുത്ത് ലഭ്യമായ കാളി ഏതാണോ ആ കാളിയുടെ മഹലിൽ വിലായത്തിൽ പോയിട്ട്. ഇനിയിപ്പോൾ ഈ വിവരം ആർക്ക് കിട്ടണം? അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ത്വരീക്ക് വേണം. ഈ കണ്ടാലെന്നൊന്ന് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഷഹാദത്തുനലിൽ ഹുക്കുമ്, ഷഹാദത്തുനലിൽ ഷഹാദ, ഇതൊക്കെ ഏതെങ്കിലും ഒരു മാർഗം. പക്ഷേ സമയമെടുക്കും. അവിടെ വേണമെങ്കിൽ അമലിൻ്റെ വശത്തിലൂടെ നോക്കിയാൽ ആ കാളി ഫോൺ മുഖേനയോ മറ്റ് കരീബിലുള്ള കാളിമാർക്ക് വിഷയം കൈമാറിയാൽ, കരീബിലുള്ള കാളിമാർക്ക് ആ വിഷയം തസ്ദീഖായി ബോധ്യപ്പെടുകയും ചെയ്താൽ അവർക്ക് എന്തു പറയാം? നമ്മുടെ പ്രദേശത്തുമായി കരീബായ നാട്ടിൽ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കാളി ഹുക്കുമ ചെയ്തു എന്ന വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ ഇഖ്ബാർ ചെയ്യാം. ശ്രദ്ധിക്കണം എൻ്റെ പദപ്രയോഗങ്ങൾ. അങ്ങനെ ഇഖ്ബാർ ചെയ്താൽ അത് ശരിക്കും ഇപ്പോൾ ഈ കാളി നടത്തിയതൊരു ഹുക്കുമേ അല്ല, ഇഖ്ബാറാണ്. ആ ഇഖ്ബാർ തസ്ദീഖുള്ളവർക്ക് നാട്ടുകാർക്ക് നോമ്പെടുക്കുകയും ചെയ്യാം. ഇതൊക്കെ നോമ്പ് വെച്ചാൽ പോരെ, അതിനിപ്പോൾ ഇങ്ങനെ ഒരു മാർഗമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് എന്തെന്ന് പറഞ്ഞുകൂടാ? ഒരു ഹുക്കുമ് ഞാൻ എവിടെ കൃത്യ ഹുക്കുമെന്നാക്കി? ആദ്യത്തോട്ട് അസിലെ ഹുക്കുമെന്നാക്കി. അത് കുറച്ച് എളുപ്പമുള്ളത് കൊണ്ടാണ്. മറ്റോർത്തും കഴിയൂലെന്നോ സൗകര്യപ്പെടൂലെന്നൊന്നും എനിക്ക് അർത്ഥമല്ല. തസ്ദീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്രത്തിലേക്ക് റിപ്പോർട്ട് കൊടുക്കാൻ ചിലപ്പോൾ അത് മതിയാകും. അതിൻ്റെ ശേഷം കൃത്യമായ ശറഈയ ത്വരീഖ് മുഖേന തന്നെ നടത്താൻ സമയമുണ്ട്. സമയത്തിലൂടെ നടത്താം. നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ത്വരീഖിലൂടെ ഈ കാദിമാരെടുക്കലും ബോധ്യപ്പെടാം. എന്നിട്ട് ഹക്കം പറഞ്ഞുകൊണ്ട് തന്നെ ഹുക്കുമ നടത്താം. സാധിക്കൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും സമയമെടുക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെ നടക്കും എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ ആവശ്യമുണ്ടോ? വെറുതെ ഒരു ഏർപ്പാട് നിങ്ങൾക്ക് തോന്നിപ്പോവും. അങ്ങനെ ഓരോരുത്തർക്ക് വെറുതെ ഏർപ്പാട് എന്ന് തോന്നിയിട്ട് ശറഈൻ്റെ ഓരോ നിയമങ്ങൾ മാറ്റിവെക്കാൻ കഴിയൂല. കാരണം നമ്മൾ തന്നെ പറയാറ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ റബ്ബൊരു വിഷയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാര്യമുണ്ട് എന്നൽക്ക് സ്വീകരിക്കാൻ വേണ്ടത്. ആണും പെണ്ണും ഖൽവത്തും ദർശന നിയമമൊക്കെ ഞാൻ സാസ് പറഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരൻ ചോദിച്ചു, എന്ന് പറഞ്ഞാൽ മഹറമല്ലാത്തവർ ഒറ്റയ്ക്ക് സങ്കേപിക്കാൻ പാടില്ല, അവരൊറ്റയ്ക്ക് യാത്ര. ഉസ്താദ് അതുകൊണ്ടൊക്കെ എന്താ കുഴപ്പമെന്ന് ചോദിച്ച ഒരാളിനോട്. മഹറമല്ലാത്തൊരാണിൻ്റെ കൂടെ പെണ്ണെന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റയ്ക്ക് യാത്ര പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ചർച്ച, കൽവത്ത് പാടില്ല എന്നപ്പോൾ അതുകൊണ്ടൊക്കെ എന്താണ് എൻ്റെ മറുപടി? അതിലെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ചെയ്യരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുസ്ലിമിന് അതാ മറുപടി. അത് ചെയ്യരുത് എന്ന് ആര് പറഞ്ഞിക്കണേ? എന്തോ ഒരു കുഴപ്പമില്ലുണ്ട്. അതിലിപ്പോൾ എന്താണ്? അതാണ് ആദ്യം മർമ്മം ഈമാനാണെന്ന് വെക്കാൻ കാരണം. അപ്പം ഇവിടെയും അതൊക്കെ ഇപ്പോൾ ഒരു വെറുതെ അല്ലേ, എടുത്ത് ഫിഖാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസാരപ്പെടുത്തേണ്ട. അതിനൊക്കെ അതിൻ്റെതായ കൃത്യമായ കാരണമുണ്ട്. അതാണ് അതിൻ്റെ ശരിയായ. അതേസമയം ഇസ്ലാമിൽ തന്നെ വേറെ ഓപ്ഷനുകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹുക്കുമിൻ്റെ റൂട്ട് ഇന്നതാണ്. കാലിക്ക് ഹുക്കുമ മാത്രമേ നടത്താവൂ. ഞാൻ ഈ രണ്ടാമത്തെ രൂപ ഒരിടത്ത് പറഞ്ഞപ്പോൾ ഒരാളിനോട് ചോദിച്ച്, കാലിനെ അതിനല്ലല്ലോ ഏൽപ്പിച്ചിട്ടുണ്ട്, കാലി കള കടത്താനല്ലേ ഏൽപ്പിച്ചത്? ഞാൻ പറഞ്ഞ കാലി അയച്ചിട്ട് ഇനി വർത്താനം പറയാൻ പാടില്ല എന്നൊന്നുമില്ല, വെറും വർത്താനല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം കാലിക്ക് കള നടത്താം, കാലിക്ക് ഇഖ്ബാർ നടത്താം. പക്ഷെ ഇഖ്ബാർ നടത്താൻ കാലി ആവണമെന്നൊന്നും ഇല്ല. ഇഖ്ബാർ ഇപ്പം എനിക്കും നടത്താം, ഞാനും മുഖ്ബിറാണല്ലോ.
പക്ഷെ കാദിക്കും ഇഖ്ബാർ നടത്താം. കാദി ഇഖ്ബാർ നടത്തുമ്പോൾ അത് ഖളാഇ ഹുക്ം എന്നുള്ള നിയമ വകുപ്പ് പെടുത്തണ്ട, ഇഖ്ബാർ എന്നുള്ള വകുപ്പ് പെടുത്തിയാൽ മതി. ഇപ്പം ഒന്നാം സ്ഥലത്ത് കാദിയുടെ അടുക്കൽ ഹാജരായി ശരിക്കും നിർവഹിക്കുകയും ആ കാദി മറ്റുള്ളവർക്ക് ഫോൺ മുഖേന വിവരം ലഭ്യമാവുകയും, വിവരം ലഭ്യമായ കാദി ഒന്നാമത്തെ കാദിനെ കുറിച്ചൊന്ന് ആലോചിക്കണം. മൂപ്പര് വിഷയത്തിൽ സൂക്ഷ്മത ഉള്ള ആളാണോ അല്ലേ, മൂപ്പര പറഞ്ഞത് ശരിയാണോ അല്ലേ എന്നൊക്കെ. രണ്ടാം കാദിക്ക് ഖരീബിലെ കാദിമാർക്ക് അത് വിശ്വാസം വരികയും ചെയ്താൽ അപ്പോൾ പോലും ഹുക്കുമ നടത്താൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. ഹുക്കുമിനായിട്ടില്ല, കാരണം ഹുക്കുമിന് അതിൻ്റെ ഉജ്ജത്ത് വേണം, അത് വന്നിട്ടില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്കെന്ത് ചെയ്യാം, നമ്മളുമായിട്ട് ഖരീബായ നാട്ടിൽ റൂയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കാലി ഹുക്കുമ ചെയ്തതായി വിശ്വസിക്കാവുന്ന വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ആ വിവരം നാട്ടുകാരെ അറിയിക്കാം. നാട്ടുകാർക്ക് ഇപ്പോൾ ഒരു ഹുക്കുമൊന്നും ആയിട്ടില്ല, പക്ഷെ നാട്ടുകാർക്ക് അത് വിശ്വാസം ഉണ്ടെങ്കിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഇതിന് ഫിഖ്ഹിൽ വകുപ്പുണ്ട്. ഞാൻ ഒറ്റ ഇവാറ മാത്രം വായിച്ച് നിർത്തുകയാണ്, സമയം കുറേ അപ്പുറത്തേക്ക് പോയത് കൊണ്ട്. ഉദ്ദേശിച്ച സമയം അപ്പുറത്തേക്ക് അയക്കണം. ബിഗയ്യയുടെ പലതിലും വിഭാഗത്തുണ്ട്. ഞാൻ ഇപ്പോൾ വായിക്കുന്നത് ബിഗയ്യയുടെ ഒരു വിഭാഗത്താണ്. മസ്അലത്തുൻ മുജറദു ഉസൂലിൽ കിതാബി മിനൽ ഹാക്കിമി ഇലാ ഹാക്കിമിൻ ആഖർ. ഒരു കാളിയുടെ കത്ത് എഴുത്ത് മറ്റൊരു കാളിക്ക് ലഭിച്ചു. ലാ യൽസമു ബിഹി സുബൂത്തുൻ ലിശ്ശഹരി. മാസങ്ങളുടെ വിഷയമൊക്കെ കാളി എഴുതിപ്പുറത്തെ കാളിക്ക് ഒരു എഴുത്തയച്ചു. ഇപ്പോൾ ഫോൺ വിളിക്ക് പകരം എഴുതുന്നു, മനസ്സിലായിക്കോളി. കാരണം അയച്ച് എഴുത്തയച്ച് അല്ലെങ്കിൽ ഫാക്സ് അയച്ചു. അങ്ങനെ അയച്ചത് കൊണ്ട് ലാ യൽസമു ബിഹി സുബൂത്തുൽ ലിശ്ശഹരി ഇല്ലാ അലാ മൻ സദ്ദഖഹു ഫഖത്ത്. അപ്പോൾ ഒന്നാം കാളിയുടെ എഴുത്ത് രണ്ടാം കാളിക്ക് കിട്ടുന്നത് ഈ രണ്ടാം കാളിക്ക് ഹുക്കുമിനുള്ള ഹുജ്ജത്തല്ല, തസ്ദീഖ് കൊണ്ട് അമൽ ചെയ്യാനുള്ള അവലംബമായിട്ടേ പരിഗണിക്കാവൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉസൂലുൽ കിതാബി മിനൽ ഹാക്കിമി ഇലാ ഹാക്കിമിൻ ആഖറ ലാ യൽസമു ബിഹി സുബൂത്തുൽ ലിശ്ശഹരി ഇല്ലാ അലാ മൻ സദ്ദഖഹു ഫഖത്ത്. മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ ഈ കിതാബത്തിൻ്റെ പരിഗണനയിലാണ് ഏതും തിരികെ കയറ്റിയത്. ഫോൺ കോളും സുമ്മ കേട്ടോ. ഇന്നൽ അമല ജാരി. പഴയ കാലത്തെ പണി നടക്കലുള്ളത് എല്ലാ ഈ ഷഹാദത്ത് ഹുക്കുമൊന്നും അല്ല. എല്ലാത്ത അമലും പഴയ കാലത്ത് കാദിമാരടിയിലും നടക്കാറുണ്ട്. ഇന്നൽ അമല ജാരിൻ അലാ അന്നൽ ഹാക്കിമ അല്ലദീ ലാ യുഅറഫു തഹവ്വുറുഹു ഫീ ഖബൂലിൽ ഫാസിഖ്. അനാസ്ഥ അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരു കാളി, ഫാസിഖീങ്ങളൊക്കെ സ്വീകരിക്കുന്ന കാളിയല്ല, അനാസ്ഥ അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരു കാളി. ഹുവല്ലദീ ഇൻശറഹ സ്വദുറു ബിൽ മുസാബഖ. അങ്ങനെ അനാസ്ഥ അറിയപ്പെട്ടിട്ടില്ലാത്ത സൂക്ഷ്മത കൊണ്ട് അറിയപ്പെട്ട ഒരു കാളി കേട്ടോ. ഫഇദാ ജാഅ കിതാബു ഹാക്കിമിൻ ഇലാ ഹാക്കിമിൻ ആഖർ. അത്തരം അനാസ്ഥ ഇല്ലാത്തൊരു കാളിയുടെ കിതാബ് മറ്റൊരു കാളിയിലേക്ക് എത്തിയാൽ അഖ്ബറന്നാസ ബിഹി. രണ്ടാം കാളി ആ വിവരം നാട്ടുകാരോട് പറയാറുണ്ട്. മനസ്സിലായോ എന്നറിയൂല. വസദ്ദഖൂഹു മർറത്തൻ വാഹിദ. നാട്ടുകാരെല്ലാവരും മൂപ്പരെ തസ്ദീഖ് ചെയ്യും. കാരണം കാളി വിശ്വസ്തരാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അത് തസ്ദീഖ് ചെയ്യും. ഇപ്പം എന്തുണ്ടായി? പഴയ കാലത്ത് തന്നെ കാളിമാരുടെ പ്രവർത്തന രീതിയിൽ എങ്ങനെയുണ്ട്? അനാസ്ഥ ഇല്ലാത്തൊരു കാളിയിൽ നിന്ന് കിതാബത്ത് കിട്ടിയ ആ വിവരം കാളി ജനങ്ങളോട് പറയാറുണ്ട്. ആളുകൾ അത് സ്വീകരിച്ച് അമൽ ചെയ്യാറും ഉണ്ട്. അമ്മ മൻ ഉരിഫ തഹവ്വുറുഹു. അനാസ്ഥ അറിയപ്പെട്ട കാളിയാണെങ്കിൽ ഫലാ യജൂദു ലിനായിബിൻ ആഖറലിലെ കാളി ഹാക്കിമിൻ ആഖർ എന്നായിരിക്കാം. ഇതിൽ നായിബ് എന്ന് കാണുന്നുണ്ട്, ഇതിൻ്റെ കുറിപ്പിൽ മാറിയിട്ടായിരിക്കും ചിലപ്പോൾ. വസലയിലേക്ക് ഹാത്തുഹു. അങ്ങനത്തെ ആൾക്ക് പറ്റൂല. ഈ എലിമന്നാസ ജനങ്ങളോട് അറിയിക്കാൻ പറ്റൂല. എന്നാൽ ഒന്നാമത്തെ കാളിയൻ്റെ വിശ്വസ്തനല്ലെങ്കിൽ ആ വിവരം പറയാൻ പറ്റില്ല. ഈ വാർത്ത തീർത്ത് വായിക്കണില്ല. ബിയഗയ 109 പേജ്. ഇപ്പം എന്തുണ്ട്? ഇന്ന് നടന്നു വരുന്നത് പലതും നമ്മുടെ നേരത്തെ പറഞ്ഞ ഷഹാദത്ത് കൃത്യമായി നിർവഹിക്കുക, കൃത്യ ഹുക്മ നിർവഹിക്കുന്ന രൂപത്തിലല്ല പലതും നടക്കാറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേസമയം അതൊക്കെ തെറ്റാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതിനൊന്നും ഫിഖിലൊരു വകുപ്പില്ല എന്ന് പറഞ്ഞ് തള്ളേണ്ടതല്ല. ബിഗയ്യയുടെ ഈ ഇബാറത്തിൽ സമാനമായ ഇബാറകൾ വേറെയുമുണ്ട്. അതിലൊക്കെ പറഞ്ഞതുപോലെ കാളിമാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു അമല് പഴയ കാലത്ത് തന്നെ നടക്കാറുണ്ട്. പക്ഷെ അപ്പോഴും കൃത്യമായി ഞാൻ പറയാൻ നിർബന്ധിതനാണ്, അത് ഷഹാദത്തോ ഹുക്കുമോ അല്ല. അപ്പം ഇന്ന് പലപ്പോഴും അങ്ങനെ വരും. ഒന്നാമത്തോടത്ത് ഞാനൊരു കൃത്യത വെച്ചു. ഇനി ഒന്നാമത്തെ കാളിക്കും തസ്ദീഖിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക? ജനങ്ങളോട് പറയാം. അപ്പം അത്തരം ചില വിഷയങ്ങളൊക്കെ ഇന്ന് തസ്ദീഖിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കാറുള്ളത്. ഫത്താവൽ കുബറയുടെ 2-ാം വാർഡിലെ 87-ാം പേജിലും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ട്.
എന്ന് മാത്രം പറയുന്നു. ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. പിന്നെ കരീബും ബഈദും കൂടുതൽ നിങ്ങൾ ചർച്ചയിൽ പലരും കഴിഞ്ഞു പോയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കട്ടെ. കരീബും ബഈദിൻ്റെ മാനദണ്ഡം ഒരുപാട് ഇനി കടന്നു പറയാൻ എനിക്ക് സമയമില്ല. കരീബും ബഈദിൻ്റെ മാനദണ്ഡം ഒറ്റടിക്ക് നമ്മൾ കിതാബുലായാലും വ്യത്യസ്ത രീതികൾ പറയും. നിശ്ചിത ഫർസഖൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഷാഫി മദ്ഹബിൽ അതിൽ മുഅത്തമദായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ നിശ്ചിത ഒരു കിലോമീറ്ററുമായിട്ടോ അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു ഫർസഖ് മാത്രമോ അതിൽ ഒറ്റടിക്ക് മാനദണ്ഡമാക്കിക്കൂടാ. അതിൽ റുയ്യത്തിനുള്ള കീവഴക്കവും പതിവ് രീതിയുമാണ് മാനദണ്ഡമാക്കേണ്ടത്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തൂലും അറുതും ഒക്കെ റെഡിയാണെങ്കിൽ പോലും ചിലപ്പോൾ റുയ്യത്ത് എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് മാറ്റം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചർമീനി നോക്കിയാൽ തന്നെ കാണാം. ഷറഹ് ചർമീനിയുടെ 86-ാം പേജ് പറയുന്നുണ്ട്, ബലിർ റുയ്യത്തു തഖ്തലിഫു ഫീ മസ്കനിൻ വാഹിദിൻ. ബലിർ റുയ്യത്തു തഖ്തലിഫു ഫീ മസ്കനിൻ വാഹിദിൻ ബിസബബി ഖുർബിൽ ഖമരി വബുഅദിഹി വഖ്തിലാഫി ഉറൂദിഹി വകൗലിഹി ഫീ അജ്സാഇൻ മുഖ്തലിഫത്തിൻ മിൻ ഫലക്കിൽ ബുറൂജി വദാലിക യഅ്സുറു ലബ്തുഹാ ബിഹൈസു അഅറള അൻഹൽ മുതഖദ്ദിമൂന വഅത്നബ ഫീഹിൽ മുതഅഖിറൂന വഹിയ വൈറു മൽബൂത്തത്തിൻ ബഅദു. ചർമീനി പറയുന്നുണ്ട്, നാടിൻ്റെ ദൂരം പരിധിയൊക്കെ കൃത്യമാണെങ്കിൽ പോലും ചിലപ്പോൾ റുയ്യത്ത് പറ്റി പല കാരണങ്ങളെ കൊണ്ട് മാറ്റം വരും. അതുകൊണ്ട് ഒരിടത്ത് റുയ്യത്തുണ്ടായാൽ ഇന്നിടത്ത് റുയ്യത്തുണ്ടാകുമെന്നൊരു നിശ്ചിത അകലത്തിൻ്റെ പേരിലുള്ള സംഗതി മൽബൂത്തത്ത് അല്ല എന്നാണ് ഇൽമുൽ ഫലക്കിൻ്റെ തന്നെ കിതാബിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തുഹഫ ഉദ്ധരിച്ചിട്ടുള്ളതുപോലെ ഫത്ഹുൽ മുഈൻ ഉദ്ധരിച്ചിട്ടുള്ളതുപോലെ വൽ മുറാദു ബിഖ്തിലാഫിഹാ അൻ യതബഅദൽ മഹല്ലാനി ബിഐസു ലൗ റുഇയ ഫി അഹദിഹിമാ ലം യുറ ഫിൽ ആഖിരി ഗാലിബൻ. പൊതുവെ ഖരീബ് ബഈദ് മനസ്സിലാക്കാനുള്ള മുഅത്തമദും എളുപ്പവുമായ നിലപാട് നിശ്ചിത കിലോമീറ്ററുകൾ കൊണ്ട് മാത്രം ബന്ധപ്പെടുത്തുന്ന അത്രത്തോളം കൃത്യമല്ല, അത് മദ്ബൂത്തല്ല എന്ന് ഇൽമുൽ ഫലക്കിൻ്റെ തന്നെ കിതാബിൽ പറഞ്ഞ ഒരു ഇബാറയാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. പിന്നെയോ മുൻകാല കീഴ്വഴക്കങ്ങൾ പരിശോധിക്കുക. അതിപ്പോഴും പരിശോധിക്കാൻ എളുപ്പം, മുമ്പത്തിനേക്കാൾ എളുപ്പം. കാരണം ഒരു ഹുക്കുമിനല്ല, അവിടെയും നോക്കാൻ ആളെ നിർത്തുക, ഇവിടെയും നോക്കാൻ ആളെ നിർത്തുക, എന്നിട്ട് കണ്ടോ ഇല്ലെന്ന് ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവരം കൈമാറുക. അവിടെ കാണുമ്പോൾ ഓലിബും ഇവിടെ കാണാറില്ല. കാസർഗോഡ് കാണുന്ന സമയങ്ങളിൽ മിക്കവാറും എവിടെ കാണലില്ല. അപ്പം കണ്ടതും കാണാത്തതുമായ വർഷങ്ങൾ എടുത്തു നോക്കിയാൽ അത് ഒരു കൊല്ലം തന്നെ 12 മാസം ഉണ്ടാവില്ലേ? പരിശോധിക്കാൻ ഒരു കൊല്ലത്ത് തന്നെ 12 മാസം പരിശോധിച്ചൂടെ? അപ്പോൾ അവിടെ കാണുമ്പോൾ ഇവിടെ കാണാതിരിക്കലാണ് ഭൂരിപക്ഷമെങ്കിൽ ഇത് ബഈദാണ്. ഇത് രണ്ടും ബഈദാണ്. അവിടെ കാണുമ്പോൾ വാലിബും ഇവിടെ കാണാതിരിക്കലല്ല പതിവ്, എന്നാലോ അത് കഴിയും. അപ്പം അവിടെ കാണുമ്പോൾ ഇവിടെ കാണാതിരിക്കലല്ല വാലിബ്, കാണൽ തന്നെയാണ്. ഒരു തവണ അവിടെ കണ്ടു ഇവിടെ കണ്ടില്ല, നാറുയത്ത് പിടിക്കെടുക്കാം, കാരണം ഖരീബാണ്. അവിടെ കാണുമ്പോൾ ഇവിടെ കാണാതിരിക്കലാണ് വാലിബ്, എന്നാൽ പിന്നെ അവിടെ കണ്ടത് ഇങ്ങോട്ട് എടുക്കാനും പറ്റൂല. അപ്പോൾ വൽ മുറാദു ബിഖ്തിലാഫിഹാ അൻ യതബഅദൽ മഹല്ലാനി ബിഹൈസു ലൗ റുഇയ ഫി അഹദിഹിമാ ലം യുറ ഫിൽ ആഖിരി ഗാലിബൻ എന്നതാണ് അതിൽ കൃത്യമായ ഔദ്യോഗിക നിലപാട് എന്ന് പറയലാണ് മദ്ഹബിൻ്റെ മുഅത്തമദ്. അതേസമയം ഒരു 24 ഫർസഖിൻ്റെ ഇബാറത്തുകൾ നിങ്ങളൊക്കെ കിതാബുകളിൽ കണ്ടതാണ്. അതനുസരിച്ച് 199 കിലോമീറ്ററാണ് നമ്മൾ 24 ഫർസഖ് എന്നുള്ളത് കണക്കാക്കപ്പെടുക. അപ്പം 199 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇഖ്തിലാഫ് വരില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊരു പക്ഷേ ഈ ഒരു കീവഴക്കം കൂടി പരിശോധിക്കപ്പെട്ട് അതിനോട് ഒത്തു വന്നാൽ ലാഹിറാണ്. ഏതായാലും ഞാൻ മനസ്സിലാക്കിയത് ഒരു നിശ്ചിത അകലം കൊണ്ട് മാത്രം അത് പരിധി വെക്കപ്പെടേണ്ട സംഗതി അല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹുക്മും ഖളാവും കൃത്യമായ രൂപം ഞാൻ പറഞ്ഞു. ഖാളിമാർക്ക് സ്വീകരിക്കാവുന്ന മറ്റൊരു റൂട്ടും പറഞ്ഞിട്ടുണ്ട്. 2 വിഷയം അത് ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു ഉദ്ദേശിച്ചത്. സമയം പരിധിയിലേറെ കടന്നുപോയി, അതുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. പിന്നെ ഇത്തിഹാദ് ഇഖ്തിലാഫിൻ്റെതൊക്കെ നിങ്ങളുടെ ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഉദയാസ്തമയ വ്യത്യാസവും അത് എത്രയൊക്കെ വരും എന്നുള്ളത് ആ ഒരു പഠനത്തിൻ്റെ ഭാഗം കൂടിയാണ്. എന്നാൽ എത്ര ഇതിലാണ് മാറ്റം വരിക, മാറ്റം വരില്ല
അവിടെയാണ് പറഞ്ഞത് നിശ്ചിത ഒരു തൂലാർന്നുകൊണ്ട് കണക്കാക്കപ്പെടേണ്ടതല്ല. ഫുഖഹാന്റെ ഇബാറത്തിൽ ചിലത് തൂലെ അതിൽ പരിഗണിക്കുള്ളൂ, അർള് പരിഗണിക്കൂല എന്ന് തോന്നിപ്പോകുന്ന ഇബാറത്തുകളുണ്ട്. അത് മുഷ്കിലാണ് എന്ന് ഫുഖഹാ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഇബാറകളൊന്നും വായിച്ച് ഞാൻ ഇപ്പം അതിലേക്ക് പോകുന്നില്ല. അത് നിങ്ങൾ വേറെ മനസ്സിലായിക്കോളി. ബൊഴുതും തൂലും അറന്നും അതിനനുസരിച്ച് എത്രത്തോളം മാറൂല. ഞാനൊരു മർമ്മം പിടിച്ചത് ഉൽ മുറാദ് ബിഖ്തിലാഫിഹ അൻ യതബഅദൽ മഹല്ലാനി ബിഹൈസു ലൗ റുഇയ ഫി അഹദിഹിമാ ലം യുറ ഫിൽ ആഖിർ. 24 ഫർസഖ് ഇമാം സുബ്ക്കി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഇബാറയുടെ അടിസ്ഥാനത്തിൽ 199 കിലോമീറ്ററിൽ മലപ്പുറത്ത് കണ്ടാൽ അത് മലപ്പുറം മുതൽ ചുറ്റുഭാഗത്തേക്കും 199 കിലോമീറ്ററിലേക്ക് ബാധകമാണ് എന്നൊരു കീഴ്വഴക്കം പഴയകാല ഉലമാവ് പറയാറും ഉണ്ട്. പഴയകാല കാലിമാരുമായി ബന്ധപ്പെട്ടാൽ അവരുടെ ചാർട്ടുകൾ ലഭ്യമാണ്. ഇന്നോർത്ത് കണ്ടാൽ ഇന്ന ഭാഗം വരെയാണ് എടുക്കാറ് എന്നുള്ളത്. അതൊക്കെ ഒരുപക്ഷെ ഇത്തരം ചില കീഴ്വഴക്കങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാവാം. അതിൽ നമ്മൾ അങ്ങനെ തന്നെ തക്ലീദ് ഒന്നുമില്ല. അവിടെ കാണുമ്പോൾ ഇവിടെ കാണുമോ കാണില്ല എന്നൊക്കെ മനസ്സിലാക്കാനും പരിശോധിക്കാനും ഒക്കെ ഇന്ന് വിശാലമായ സൗകര്യങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ മർമ്മ ഉദ്ദേശിച്ചത് ശരിക്കും ഹുക്കുമും ഷഹാദത്തും എന്താണ്, ഒരു കാലി മറ്റേ കാലിലേക്ക് വിവരം കൈമാറുന്ന ശരിയായ ഹുക്കുമിൻ്റെ രൂപം എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കലും, അതേസമയം അതല്ലാതെ നടന്നു വരുന്നത് ഒറ്റയ്ക്ക് തള്ളേണ്ടതല്ല. കാലിമാർക്ക് അങ്ങനെ അമൽ ചെയ്ത് ഇഖ്ബാർ ചെയ്യാനുള്ള വകുപ്പുണ്ട്. പക്ഷെ നടത്തുന്ന കാലിയും ആലിമ്യങ്ങളും മനസ്സിലാക്കേണ്ടത് ഇതൊന്നൊരു ഹുക്കുമല്ല, ഏതാണ്, ഇഖ്ബാറാണ്. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ.